ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما ربنا زدنا علما ربنا زدنا علما അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് പുതിയൊരു ഖുർആൻ പഠനത്തിന്റെ തുടക്കമായിട്ടാണ്. ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഖുർആൻ പഠനവുമായിട്ട് ബന്ധപ്പെട്ടവർ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് അവരും ഈ നമ്മൾ ഓരോ പേരുകൾ പറയുമ്പോൾ അവരും ഈ ഗ്രൂപ്പിലുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം അല്ലെ, സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്നതാണ്. കേൾക്കുമ്പോൾ നമ്മൾക്കൊക്കെ ഒരുപാട് സന്തോഷവും ഒരു ഒരു വല്ലാത്തൊരു ആത്മനിർവൃതി എന്നൊക്കെ പറയില്ല, അങ്ങനെ തോന്നുന്ന ഒരു കാര്യമാണ്. അള്ളാഹു നമ്മളെ ഖുർആൻ പഠിക്കുന്നവരാക്കി സെലക്ട് ചെയ്തല്ലോ, ഇതുപോലെ ഖുർആനിന്റെ ആൾക്കാരായിട്ട് അല്ലെ നമ്മളെ കണക്ട് ചെയ്തല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്, അത് വേറെ ആരുമല്ല, ആരാണ്? അഹ്ലുൽ ഖുർആൻ. കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖമില്ലേ? എനിക്ക് ഭയങ്കര കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം അതൊന്നും അറിയില്ലായിരുന്നു, ഇപ്പൊ നമുക്കറിയാം അഹ്ലുൽ ഖുർആൻ ആരാണെന്ന് അല്ലെ. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരാണ് അവർ. അത് അള്ളാഹു അങ്ങനെ തന്നെയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഖുർആനുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം തോന്നും. കാരണം ഇതൊക്കെയാണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഖുർആന്റെ ആയത്തുകളും ഹദീസുകളുമാണ് നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ ഗൈഡൻസ്. അള്ളാഹു അക്ബർ. ആ രീതിയിൽ തന്നെ നമ്മൾ കാണണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജനങ്ങളിൽ അള്ളാഹുവിന് ഏറെ പ്രിയങ്കരായ ചില ആളുകളുണ്ട്. സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ അവരാരാണ്? അവിടുന്ന് പറയുകയാണ്, അഹ്ലുൽ ഖുർആൻ ഹും അഹ്ലുല്ലാഹി വഖാസത്തുഹ്. അതായത് ഖുർആനിന്റെ ആളുകളാണവർ, അവരാണ് അള്ളാഹുവിന്റെ പ്രത്യേകക്കാർ, അള്ളാഹുവിന്റെ ആളുകൾ എന്ന് പറയുന്നത്. സുബ്ഹാന, അള്ളാഹുവിന്റെ ആളുകൾ, അള്ളാഹുവിന്റെ പ്രത്യേകക്കാർ അവരാരാണ്? ഖുർആനിന്റെ ആൾക്കാരാണ്. അപ്പൊ നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയെങ്കിലും ഒക്കെ അള്ളാഹു നമ്മളെ ഖുർആൻ പഠിക്കാനായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. നഷ്ടക്കാരായി ഖുർആൻ കയ്യിൽ കിട്ടിയിട്ട് അതിനെ മറന്നു കളഞ്ഞവരായിട്ട് റസൂൽ അവിടെ വെച്ച് പറയുന്ന ഒരു ആൾക്കാരുണ്ടല്ലേ, എന്താണ്? ഖുർആനിനെ വർജിക്കപ്പെട്ടവരാക്കി കളഞ്ഞു നമ്മളെന്ന് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ആവണ്ട. നമ്മൾ അള്ളാഹുവിന്റെ കലാമിന്റെ ആൾക്കാരാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് അള്ളാഹുവിനെ സ്തുതിക്കുക. അള്ളാഹു നമ്മളെ ഈ ഒരു വഴിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നമുക്ക് തന്ന ഈ ഹിദായത്തിന്റെ വഴിയിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ഓരോ അൽഹംദുലില്ലാഹ് പറയുമ്പോഴും അതും കൂടെ മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തീർച്ചയായിട്ടും ഇവിടെ ഒരു പുതിയ പഠനം ആരംഭിക്കുകയാണ്. സൂറത്തു നബ മുതൽ താഴോട്ട്, ആദ്യം ഫാത്തിഹ കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഇനി നബ തൊട്ട് താഴോട്ട് അങ്ങനെ നമ്മൾ മനസ്സിലാക്കി പഠിക്കലാണ്. അതാണ് ഏറ്റവും നമുക്ക് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിന്റെ പൂട്ടൊക്കെ തുറന്നിട്ടാണ് അല്ലെ, നമ്മൾ പൂട്ടിയിട്ടിരിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം നമ്മളോട് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എത്രയോ എല്ലാ ക്ലാസ്സുകളിലും കേൾക്കുന്നതായതുകൊണ്ട് അതൊന്നും ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഏതൊരു ഖുർആനിന്റെ നമ്മൾ റീഡ് ചെയ്യാനാണ് ഇരിക്കുമ്പോഴും ഇനി മുതൽ നമ്മൾക്ക് വേണ്ടത് എന്താണ്? നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് ഇതിനകത്തുനിന്ന് എന്തൊക്കെയോ ഉണ്ട് ഉൾക്കൊള്ളാനായിട്ട്, എൻ്റെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് എന്നുള്ള ആ ഒരു നിയത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഖുർആൻ നമ്മൾ സാധാരണ നമുക്ക് വേണ്ടി മാത്രം നമ്മൾ മാറിയിരുന്ന് റീഡ് ചെയ്യാറില്ലേ, അങ്ങനെയാണെങ്കിലും ഇനി അതല്ലാതെ തന്നെ നമ്മൾ ചിലപ്പം ഇതുപോലെ പഠിക്കാൻ അല്ലെ, ഹിഫ്ള് ഗ്രൂപ്പ് ആയിരിക്കാം. പക്ഷെ ഹിഫ്ള് നമ്മളിങ്ങനെ ഒന്നും അറിയാത്ത പോലെ കണ്ണടച്ച് ഇങ്ങനെ ഓതുകയല്ല, നമുക്ക് മനസ്സിലേക്ക് വരണം ഓരോ ആയത്തുകളുടെയും കാര്യങ്ങൾ അല്ലെ. നമ്മൾ ചിലപ്പം ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പഠിക്കുന്ന സമയത്ത് ഹിഫ്ള് പഠിക്കുന്ന ബക്കറ നമ്മൾ സുൽത്താന്റെ ഗ്രൂപ്പിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ പേരനോട് ഞാൻ പറയുന്നുണ്ട്, ചില ആയത്തുകൾ ചിലപ്പോൾ കിട്ടൂല, അപ്പൊ ഒന്ന് കണ്ണടച്ചാൽ ആ കാര്യം കഴിഞ്ഞിട്ട് ഇതാണല്ലോ പറയുന്നത് അല്ലെ. നമ്മളിപ്പം ഓരോരോ ഭാഗങ്ങളായിട്ടാണല്ലോ പഠിക്കുക. അപ്പൊ അതിന് വീട് ഇത് കഴിഞ്ഞു, പിന്നെ ഇസ്രായേൽ പീപ്പിളിനോട് പറയുന്നത്, അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിരുന്നല്ലോ അവിടെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഓർത്തെടുത്ത് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഹിഫുദും നമ്മുടെ മനസ്സിൽ നമുക്ക് ഉറപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മൾ പഠിക്കാൻ ശ്രമിക്കേണ്ടത്, ആയത്തുകളെ മനസ്സിലാക്കിക്കൊണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഖുർആൻ നമ്മുടെ വഴികാട്ടിയാണ്, നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല. കാരണം റബ്ബിന്റെ അടുത്ത് നമ്മളിപ്പോ ഊതി വെച്ച് ഫാത്തിഹ നമ്മൾ ദിവസം എത്ര പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഫർദ് നമസ്കാരത്തിൽ മാത്രം 17 പ്രാവശ്യം റബ്ബിന്റെ അടുത്ത് അറിയാതെ നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം പറയുന്നുണ്ട്. അതിന്റെ കൂടെ അല്ലാതെ നമ്മളൊക്കെ അൽഹംദുലില്ലാ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ അല്ലെ നിർവഹിക്കാൻ അള്ളാഹു തൗഫീക്ക് തന്നിട്ടുള്ളവർ. അതിലൊക്കെ എത്ര പ്രാവശ്യം നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിക്കേണ്ടത്
അപ്പൊ നമ്മൾ വെറുതെ ചോദിക്കുക മാത്രമാണോ ചെയ്യുന്നത്? നമുക്ക് വഴി കാണിച്ചു തരണേ, വഴി കാണിച്ചു തരണേ, അല്ലെ? നേരായ മാർഗം കാണിച്ചു തരണേ. നേരായ മാർഗം എവിടെയാണ്? അതും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഒരു സംശയവും വേണ്ട, ഈ കിതാബിലാണ് നിങ്ങളുടെ നേർമാർഗമുള്ളത്, നിങ്ങളുടെ വഴി, നിങ്ങൾക്ക് വഴിയുള്ളത്. അപ്പൊ നമ്മൾ ആ വഴി കാണേണ്ട തരത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആനിലേക്ക് നോക്കണം. എൻ്റെ ജീവിതം ഇതിനകത്താണുള്ളത്, എങ്ങനെ ഞാൻ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, അതല്ലേ വഴി എന്ന് പറയുന്നത്. ഇതിലേ പോകണം, ഇതിലേ പോകരുത്. ആ രീതിയിൽ നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മുടെ ഖുർആൻ ആണെങ്കിൽ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഒരു ഖുർആൻ എൻ്റെ ജീവിതമാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ വഴികാട്ടിയാണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഖുർആനെ കാണുക. സുബ്ഹാനല്ലാഹ്. നമ്മൾ പ്രത്യേകം ഒന്ന് രണ്ട് അല്ലെ ഹദീസുകൾ കൂടെ പറയാം. അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യമാണ്, പ്രവാചകനിൽ നിന്ന് 10 ആയത്തുകൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവയിൽ അടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനുശേഷം ഇറങ്ങിയ 10 സൂക്തങ്ങൾ ഞങ്ങൾ പഠിക്കാറുണ്ടായിരുന്നില്ല. അതായത് ഖുർആൻ പഠിക്കാൻ ഒരുങ്ങുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ത്? ഒരിക്കലും ഖുർആൻ എന്ന് പറയുന്നത് എന്തല്ല, വെറുതെ നമ്മൾ വായിച്ചു പോകാനുള്ളതല്ല. പണ്ടൊക്കെ നമ്മൾ ആലോചിക്കും, എല്ലാവർക്കും ചോദിക്കാനുണ്ട്, നമ്മളെ പ്രായമുള്ള ഉമ്മമാര്, വല്യമ്മമാരും ഒക്കെ, അവരൊക്കെ ഊതിയല്ല, അവരൊക്കെ സുബ്ഹാനല്ലാ, അവർക്ക് അതുകൊണ്ട് തന്നെ തഖ്വയുണ്ടായിരുന്നു. അന്ന് അവർക്ക് ഇതൊങ്ങനെ രീതിയിൽ പഠിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ എല്ലാം തുറന്നിങ്ങനെ ഇട്ടിരിക്കുകയാണ്, എങ്ങനെ വേണമെങ്കിലും പഠിക്കാനായിട്ട്. അപ്പൊ നമുക്ക് എന്തില്ല, ഒരു എക്സ്ക്യൂസും ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, മനസ്സിലാകുന്നില്ല. തദബ്ബുർ എന്ന് വെച്ചാൽ, തദബ്ബുർ എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ എന്തോ മനസ്സിലാവാത്ത പോലെ തോന്നും. അതിന്റെ ആ മലയാള അർത്ഥം വായിക്കും, മുറ്റാലോചിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു തരത്തിൽ മനസ്സിലാവാത്ത എന്തോ സംഭവമാണെന്ന് വിചാരിക്കും. പക്ഷെ ഏറ്റവും എളുപ്പമുള്ള പഠനം, ഖുർആന്റെ പഠനം എന്ന് പറയുന്നത് എന്താണ്? തദബ്ബുറാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹിഫ്ലാക്കാൻ കുറച്ച് നമ്മൾ അങ്ങനെ ഒന്ന് ടൈം എടുത്ത് ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു ആയത്തിന്റെ ഒരു കാര്യം മനസ്സിലാക്കി, അല്ലെ, അതിൽ ഇന്നതാണ് പറഞ്ഞതെന്നൊന്ന് മനസ്സിലാക്കാനും അതൊന്ന് മനസ്സിരുത്തി നമ്മൾ തന്നെ ഒന്ന് പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ഒരാൾ പറഞ്ഞു തരികയോ ചെയ്താൽ ജീവിതത്തിലേക്ക് എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അതെന്തോ കടിച്ചാ പൊട്ടാത്ത ഒരു സംഗതിയാണെന്ന് വിചാരിച്ചാൽ ആ പേര് കേട്ടിട്ട് എന്തോ അതിനെ മാറ്റി വെക്കുന്നുണ്ട്. തദബ്ബുർ എന്താ, അതിപ്പോ അതെന്താന്ന് ചോദിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഏറ്റവും എളുപ്പമുള്ള പഠനം എന്ന് പറയുന്നത് പഠനമല്ല, ശരിക്കും തദബ്ബുർ എന്ന് പറയുന്നത് എന്താ? മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക, ജീവിതത്തിലേക്ക് പകർത്തുക, അത് പിന്നെ അത് എന്താ പറയാ, നമ്മളത് റിഫ്ലക്ട് ചെയ്ത് മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരിക്കലും ജീവിതത്തിനെ മാറ്റി മറയ്ക്കാനുള്ളതാണ് എന്താണ് ഖുർആൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ലക്ഷ്യം എന്താണ്? ഖുർആൻ പഠിക്കാനിരിക്കുമ്പോൾ ഈ ഒരു ഖുർആൻ അല്ലെങ്കിൽ ഒരു ആയത്ത് ഞാൻ ബൈഹാർട്ട് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിനെ മാറ്റി പണിയാനുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിനകത്തുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ആയത്തിലും നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പലതും പല കാര്യങ്ങളായിരിക്കും. നമ്മൾ വിചാരിക്കും ഇതിനകത്ത് ഇപ്പൊ എന്താ ഉള്ളത്, അല്ലെ? മുമ്പൊക്കെ നമ്മൾ പാരായണം ചെയ്തിരുന്നപ്പം എല്ലാം ഒന്നും നമുക്ക് മനസ്സിലായിരുന്നില്ല. പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. ഇവിടെയുള്ള എല്ലാവരും വിചാരിക്കും, നമ്മൾ തുടക്കക്കാരാണെങ്കിൽ വിചാരിക്കും, അല്ല ഇതിനകത്ത് ഇപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ ഒരു സൂറത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരായത്തെങ്കിലും നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കണം. അത് അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ടീച്ചറിന്റെ അടുത്ത് പറയണം, എനിക്ക് ഇതിനകത്തുനിന്നൊന്നും അങ്ങനെ മനസ്സിലായിട്ടില്ല. പറയണം, അതിനോട് ഒരു വിഷമവും വിചാരിക്കണ്ട. അത് മനസ്സിലാകാത്തതാണെങ്കിൽ മനസ്സിലാക്കി തരാൻ ആ രീതിയിൽ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് അതിന്റെ ഉത്തരവാദിത്തം ഉണ്ട്. സുബ്ഹാനല്ലാഹ്. കാരണം തദബ്ബുറാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലാവണം. അപ്പൊ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറയാം, എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിനകത്ത് നമുക്ക് എന്താ ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ളത്. തീർച്ചയായിട്ടും ഒരു സൂറത്ത് പോലും നമ്മൾക്ക് ജീവിതത്തിലേക്ക് എടുക്കാനില്ലാത്തതായിട്ട് ഉണ്ടാവില്ല. ആയത്തുകളിൽ തന്നെ പലതും നമുക്ക് മനസ്സിലാവാത്തതാണെങ്കിലും നല്ല അറിവുള്ള ടീച്ചേഴ്സിന്റെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത്രയും ഉണ്ടായിരുന്നോ നമ്മൾ ചിന്തിച്ചു പോകും. നമുക്ക് അത്രേ അറിവുള്ളൂ. നമ്മൾ അറിവ് വെച്ചിട്ടാണ് നമ്മൾ ആയത്തിലേക്ക് നോക്കുക. ഇതിനിപ്പോ എന്താ ഉള്ളതെന്ന് നമ്മൾ ഒന്നും മനസ്സിലാകുന്നുള്ളത്, വേറെ ആരെ കുറിച്ച് പറയല്ല, അവരോട് പറയല്ല, ഇവരോട് പറയല്ല എന്ന് വെച്ച് നമ്മൾ അവിടെ ഇട്ടേക്കും. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഓരോ ആയത്തുകൾ ഇനിയിപ്പോ നമ്മളിങ്ങനെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഇത് റബ്ബിന്റെ സംസാരമാണ്, റബ്ബ് നമ്മളടുത്ത് കാര്യങ്ങൾ പറയുന്നതാണ്, അല്ലെ? ഇത് എൻ്റെ ഹൃദയത്തിനെ മാറ്റിമറിക്കാൻ, അതായത് എൻ്റെ ഹൃദയത്തിലേക്ക് അത് എടുക്കുമ്പോഴാണ് എനിക്ക് തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക. ആ തരത്തില്, അല്ലെ, അതിനെ തന്നെ വേണ്ടിയിട്ട് നമ്മൾ ഈ പഠനത്തെ നമ്മൾ കാണുക. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നമ്മുടെ ഒരു പഠനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളതാണ്. അപ്പം അത് ഏറ്റവും
ഉപകാരപ്രദമാവുകയും സുബ്ഹാനല്ലാഹ് അതോടൊപ്പം തന്നെ നമ്മൾ അള്ളാഹുവിന്റെ അല്ലെ ഖുർആനിന്റെ ആളുകളായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ സ്വീകരിക്കുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഒരു നിയ്യത്തോടു കൂടി തന്നെ നമ്മളെല്ലാവരും ഈ ഒരു പഠനത്തെ സ്റ്റാർട്ട് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പഠിക്കാൻ തുടങ്ങുന്നത് ആദ്യം തന്നെ എന്താണ്? അമ്മ ജുസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ തുടക്കത്തിൽ നമുക്കറിയാം, നമ്മളെ കുട്ടികളൊക്കെ മദ്രസയിൽ പഠിക്കുമ്പോഴും ആദ്യം പഠിക്കുക അമ്മ ജുസ് ആണ്. പിന്നെ ബക്കറ മുതൽ പഠിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അധികവും നമ്മൾ കുട്ടികൾക്ക് പഠിക്കാനാണെങ്കിലും ആദ്യമായിട്ട് ഇങ്ങനെ ഒന്നും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർക്കാണെങ്കിലും എന്താ, ഞാനൊക്കെ പഠിച്ചു തുടങ്ങിയത് അമ്മ ജുസയിൽ നിന്നാണ്. സുബ്ഹാനല്ലാ. അപ്പം എന്തുകൊണ്ടായിരിക്കാം അത്? കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന സൂറത്തുകളാണ് അമ്മജുസയിലുള്ളത് അല്ലെ. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ നമസ്കാരത്തിൽ നമ്മൾ ഫാത്തിഹ കഴിഞ്ഞാൽ നമ്മൾ അമ്മജുസയിൽ നമുക്ക് അറിയാവുന്ന സൂറത്തുകൾ തിരിച്ചും മറിച്ചും ഓതിയിട്ടാണ് നമ്മൾ എല്ലാവരും ഓതുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു വെച്ച ആയത്തുൽ കുർസി, ആമന റസൂലോ അല്ലെങ്കിൽ അവിടെ ഇവിടെ നമ്മൾ പഠിച്ച മുൽക്കോ അങ്ങനെയൊക്കെ നമുക്ക് അറിയാവുന്ന ചില ഭാഗങ്ങളൊക്കെ ഓതുമായിരിക്കും. എന്നാലും നമ്മൾ എളുപ്പത്തിന് നമുക്ക് ഏറ്റവും എന്താണ് അമ്മജുസിലെ സൂറത്തുകൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ദിവസേന നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഒരു ജുസു ആണ് എന്ത്, ജുസു അമ്മ എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് അതിൽ ഒരു സൂറത്തിന്റെ പോലും ഇപ്പൊ നമ്മളെടുത്ത ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ 30 പിന്നെ 30ാമത്തെ ജുസിൽ ഇത്ര സൂറത്തുകളും നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാം ഒന്നും ഇല്ലെങ്കിലും ഒരു ഏകദേശം ഇത്രയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, ഒരു സൂറത്തിനെ കുറിച്ച് പോട്ടെ, ഒരായത്തിനെ കുറിച്ച് നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് എന്താ അതിനകത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്? എന്താണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്? അതായത് അമ്മ ജുസയിലെ ഒരു സൂറത്തിലെ എന്തൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും അല്ലേ, എത്ര കോൺഫിഡൻറ്റോട് കൂടി നമുക്കൊരു കാര്യത്തെ നമുക്ക് പറയാൻ സാധിക്കൂലേ? സാധിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം കുറേ ആയില്ലേ നമ്മളിങ്ങനെ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാവർക്കും പറ്റില്ല. ഇല്ലെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഇടണം കേട്ടോ. നമ്മുടെ ഹൃദയത്തിലാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത്. പൂട്ടുണ്ട് കുറച്ചല്ലേ, അപ്പൊ നമുക്ക് പൂട്ട് തുറന്നേ പറ്റുള്ളൂ. കാരണം ഇനി പഠിക്കുമ്പോൾ അങ്ങനെ ആവരുത്. കാരണം നമുക്ക് പറയാൻ കിട്ടണം. ഒരു സൂറത്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അടുത്ത പ്രാവശ്യം ആ സൂറത്ത് വീണ്ടും പഠിക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു കാര്യമല്ല, ചിലപ്പം 10 കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെ അതിനേക്കാൾ ഏറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെയാണ്. കാരണം ആ ഒരു പഠിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഹൃദയത്തെ തുറന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിശാലമാക്കി തരും. അതിനെ ഉൾക്കൊള്ളേണ്ട രീതിയിൽ, മനസ്സിലാക്കേണ്ട രീതിയിൽ, പ്രാവർത്തികമാക്കേണ്ട രീതിയിൽ നമ്മളിലേക്ക് അള്ളാഹു അത് എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ആ തരത്തിൽ അല്ലേ നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിലേക്ക് എടുക്കാൻ തക്ക പാകത്തിൽ തന്നെ ആ ഒരു ഇനി ഇതുവരെ നമ്മൾ ഓതിക്കൊണ്ടിരുന്ന സൂറത്തുകളാണ്. എന്നാൽ ഇനി നമ്മൾ ഓതൽ മാത്രമല്ല, അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഓതൽ എന്നുള്ളതിൽ നിന്ന് മാറി നമ്മുടെ ജീവിതമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പഠനം. അപ്പൊ അമ്മജൂസിലെ സൂറത്തുകളാകുമ്പോൾ നമുക്കൊരു പ്രത്യേകതയും കൂടിയിട്ടാണ്. നമുക്കതൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, കാരണം ഒരുവിധം സൂറത്തുകളൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ബൈഹാർട്ടായിരിക്കും. അവസാനത്തെ ഇപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് നബാന്ന് ഇങ്ങോട്ടാണ്. പക്ഷെ നമുക്ക് എന്താക്കാൻ പറ്റും? നമ്മൾ അത് ആ രീതിയിൽ പഠിക്കുകയും കൂടെ ചെയ്യുമ്പം, ആയത്തുകൾ ഹിഫുള്ളാക്കുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ആയത്തുകൾ വെച്ച് തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെ. നമ്മളെ മക്കൾക്കും ഖുർആൻ നന്നായിട്ട് അറിയും. ഈ ഭാഗങ്ങളൊക്കെ അവർ മദ്രസയിൽ പഠിച്ചതായിരിക്കും. അപ്പൊ അവരോട് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മൾ എങ്ങനെയാണോ സത്യം കൊണ്ട് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക, ഖുർആന്റെ ആയത്തുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ആയത്തുകൾ പറഞ്ഞിട്ട് അതിനൊന്ന് വിശദീകരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഖുർആനിലെ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുന്നവരും ചെയ്യുന്നവരായിട്ട് മാറാണ്. അപ്പൊ അവിടെ വേറൊരു ഹദീസും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണ്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. നമുക്ക് എല്ലാവർക്കും സാധിക്കും. അത് ഏതോ ടീച്ചർമാർ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ല. അങ്ങനെയാണ് വെച്ചാൽ നമ്മൾ ആരും ഇങ്ങനെ ഇരിക്കില്ല, നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കില്ല. കാരണം പഠിക്കുമ്പം തന്നെ നമ്മൾ വിചാരിക്കും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെ നമുക്കത് പഠിക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ സെറീന എന്നോട് വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എന്താ പഠിച്ചോനെ, അതിനുവേണ്ടി ഞാനൊന്ന് ഇരിക്കുമ്പോൾ ഞാനില്ലെങ്കിൽ വേറെ ടീച്ചർ പറയാൻ ഇഷ്ടം പോലെ ടീച്ചേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ. ഒരുപാട് അറിവുള്ള ടീച്ചേഴ്സ് ഉണ്ട്. അപ്പം എനിക്ക് പഠിക്കാലോ എന്നുള്ള നിയത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തു പഠിക്കുമ്പോഴും നമ്മളെക്കാട്ടിലും ആയിരിക്കില്ല അവർ എന്ന് വിചാരിച്ച് നമ്മൾ വിചാരിക്കേണ്ട. നമ്മൾക്ക് കിട്ടിയ അറിവിനെ നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കാൻ റെഡിയാണ്. അവർ കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ, മനസ്സിലാക്കട്ടെ, അവർ ജീവിതത്തിലേക്ക് പകർത്തുന്നെങ്കിൽ പകർത്തട്ടെ. കാരണം നമ്മളെ ഏൽപ്പിച്ചൊരു ഡ്യൂട്ടി ഉണ്ട് അല്ലേ. അള്ളാഹു നമ്മളിലൂടെ ഖുർആനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, അത് നമ്മൾ ചെയ്തേ മതിയാവും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഖുർആൻ നമ്മൾ റീഡ് ചെയ്യുന്ന സൂറത്തുകളാണ് നമസ്കാരത്തിൽ ഓർമ്മിച്ചുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു ഭയങ്കര എളുപ്പമാണ്. ഇനിയിപ്പോ നബ മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അതിപ്പോ നമ്മൾ ഓതുമ്പോൾ അത് കുറേ ഉണ്ടല്ലോ, സൂറത്ത് നബ 40 ആയത്തുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നാസിയാത്ത് കുറച്ച് അധികം ഉണ്ടല്ലോ, നമുക്ക് പകുതി ആയിട്ടും ഓതാലോ. 5 മണിക്കാണ് 4 മണി.
പകുതി പകുതിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൂറത്ത് ഓതാം. അപ്പൊ മുൽക്കൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ ഓതുണ്ടാവും, മുൽക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പൊ ഹാഫ് ഹാഫ് ആക്കിയിട്ട് നമുക്ക് ഇത്ര വരെ എന്ന് നമ്മളൊന്ന് ഓർത്ത് വെക്കണം, എവിടം വരെ എന്നുള്ളത്. കാരണം ഈ ഒരു സൂറത്തിന്റെ അബൈനെ തന്നെ മുറിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളായിട്ട്. അപ്പൊ ഇന്ന ആയത്ത് വരെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആയത്ത് തുടങ്ങുന്ന പോലെ നമ്മളെ മനസ്സിലങ്ങ് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നിസ്കാരത്തിൽ ഓതണം. എന്നില്ലെങ്കിൽ മറന്നു പോകും. നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ ഹിഫ്ള് ഗ്രൂപ്പിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഹിഫ്ള് ചെയ്യുന്ന ഭാഗങ്ങൾ നമസ്കാരത്തിൽ ഓതുക എന്നുള്ളത്. അപ്പൊ നമ്മൾ അതൊന്ന് അങ്ങനെ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഒന്ന് മനസ്സിരുത്തി സമാധാനത്തിലൊക്കെ ഓതുകയുള്ളൂ അല്ലെ. ഒരു ടൈം കൊടുത്തിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ച്, അപ്പം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലേക്ക് അതിനെ കൊണ്ടുവരാനും കൂടിയുള്ള ചാൻസും കിട്ടും. അല്ലാഹു അക്ബർ. പിന്നെ പറയാനുള്ളത് എന്താണ്, ഓരോ സൂറത്തും പഠിക്കുന്ന സമയത്ത് അതിനകത്ത് പ്രത്യേകം കാര്യങ്ങൾ അല്ലെ നമ്മളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പല സന്ദേശങ്ങളുണ്ടാകും. ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മളോട് ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഖിയാമത്ത് നാളിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഈ അമജുസിലെ സൂറത്തുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ അങ്ങോട്ട് എടുത്ത് അതിനോട് കണക്ട് ചെയ്ത് അങ്ങ് പറയുക ചെയ്യുക. അപ്പോൾ നമ്മൾ അതെല്ലാം അപ്പം അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് തീർച്ചയായിട്ടും റബ്ബിലേക്ക് മോർ അടുക്കാനും അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് അനുസരിക്കാനുള്ള ഒരു തോന്നൽ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ നമ്മൾ ഖുർആനെ പഠിക്കാനിരിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം ഖുർആൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിൽ അല്ലെ നമുക്ക് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. വെറുതെ നമ്മളിങ്ങനെ പാരായണം ചെയ്യുന്നുള്ളതെന്ന് മാത്രമല്ല, നമ്മൾ അള്ളാഹുവിലോടുള്ള നമ്മൾ ഈമാൻ വർദ്ധിക്കണം അല്ലെ. നമ്മൾ ഈമാൻ പറയുന്നത്, നമ്മൾ ഖുർആൻ എന്ന് പറയുന്നത് ശരിക്കും അള്ളാഹിന്റെ കലാം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ മഴ പോലെയാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, ഇങ്ങനെ അവിടെ നല്ല പച്ചപ്പ് ഇങ്ങനെ പൊന്തി പൊന്തി വരണം. അതൊക്കെ നമ്മൾ ബക്കറയുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു കൃഷിക്കാരൻ കൃഷി വിത്തിടുന്നത് പോലെ അല്ലേ, അതിലൊരു മഴ കിട്ടുന്നത്, എന്നിട്ട് അതിലൂടെ ഇങ്ങനെ മുളച്ചു പൊന്തുന്നത്, ആ തരത്തിൽ. അപ്പം എപ്പോഴും നമ്മളെ മനസ്സ് എന്തായിരിക്കും, ശാന്തമായിരിക്കും, സമാധാനമായിരിക്കും. അള്ളാഹുവിന്റെ കലാം നിറഞ്ഞിരിക്കുന്ന ഒരു ഹൃദയമല്ലേ. അപ്പൊ നമ്മളെ നമസ്കാരത്തിലും നമ്മുടെ ഇബാദത്തുകളിലും ഒക്കെ നമുക്ക് എന്ത് കിട്ടും, ഖുശൂ കിട്ടും, അതായത് ഒരു ശ്രദ്ധ. കാരണം നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലും അപ്പൊ എന്ത് കൊണ്ടുവരാൻ പറ്റും, ഒരു ശ്രദ്ധ. അതായത് തഖ്വയില്ലേ, നമ്മൾ തഖ്വ അല്ലേ ആദ്യം തന്നെ പഠിക്കണം അല്ലെ. എന്താണ് തഖ്വ, ആരാണ് മുത്തഖി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം, ബഖറ പഠിക്കുന്നവരല്ലേ എല്ലാവരും തന്നെ. അപ്പൊ മുത്തഖി ആരാ, തഖ്വ എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെ ഓരോ സൂറത്തുകളും നമ്മൾ ആയത്തുകളിലൂടെ ഇങ്ങനെ പഠിച്ചു പോകുന്ന സമയത്ത് നമുക്ക് തഖ്വ താനേ ഉണ്ടാവാണ്. എങ്ങനെയാ ഉണ്ടാവണത്, അല്ല പല കാര്യങ്ങളും പറയണം. ഇത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, അതിനുള്ള ശിക്ഷ എന്താണ്, അതൊക്കെ പറയാണ് അവിടെ. അപ്പൊ നമ്മൾക്ക് എന്താണ്, അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ 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 നിങ്ങൾ ഇങ്ങനെ നഷ്ടക്കാരായി പോകും, അല്ലെങ്കിൽ നിങ്ങൾ കളവാക്കുന്നവരാണ്, ദീനിനെ കളവാക്കുന്നവർ, അങ്ങനെയല്ലേ. അറൈത്തല്ല ദീൻ, ദീനിനെ കളവാക്കുന്നവരാരാണ് അറിയോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താണ്, നമ്മൾ ആ ദീനിനെ കളവാക്കുന്നവരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ കളവാക്കുന്നവരെ നമ്മൾ ആവരുത് നമ്മൾ അവിടെ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ. ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ എന്ന് പറയുമ്പം നഷ്ടക്കാരാരാണെന്ന് പറയുന്നു. മനുഷ്യർ എല്ലാവരും നഷ്ടത്തിലാണ്. ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് നഷ്ടത്തില്, അപ്പൊ അത് മനസ്സിലാക്കി. ഈ 4 കാര്യങ്ങൾ, അതായത് പറഞ്ഞിട്ടുള്ള ആ 4 കാര്യങ്ങൾ ചെയ്യുന്നവർ ഒഴികെ എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് എന്തായി, അപ്പൊ നമ്മൾ എന്താണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ലേ. അപ്പൊ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കിട്ടി, നമ്മളുടെ ചിന്തകൾ മാറി, നമ്മളെ പ്രവർത്തനങ്ങളുടെ സ്റ്റൈല് മാറി. കാരണം ഓരോ കാര്യങ്ങളും നമ്മളിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, ഇത് ഞാൻ ചെയ്യാൻ പാടില്ല അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ എന്തായി, നമ്മളെ തന്നെ നന്നാക്കലായി അല്ലേ. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ആ തഖ്വ, നമ്മൾ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് എടുക്കുമ്പോൾ, നമുക്ക് തഖ്വയിലേക്ക് നമ്മൾ മാറുമ്പോൾ തീർച്ചയായിട്ടും എന്തായി, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്തവരായിട്ട് നമ്മൾ അങ്ങനെ മാറുകയാണ്. തഖ്വയുള്ളവരാരാണ്, വിജയികളാണ്. അവർക്കാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഓപ്പണിങ്ങും വെച്ചിട്ടുണ്ട്. ഫമയത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അവർക്ക് എല്ലാ എളുപ്പങ്ങളും ഉണ്ട്. വീണ്ടും വീണ്ടും അറിവിലേക്കുള്ള വഴിയും അത് തന്നെയാണ്. കാരണം പഠിക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിലേക്ക് എടുക്കുമ്പോഴാണ്, അതായത് ഇൽമിനെ അമലാക്കുക അല്ലെ. നമ്മൾ ആയിഷ മാം എപ്പോഴും പറയും, ഇൽം ടു അമലാണ് നമ്മുടെ ഒരു 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 മുദ്രാവാക്യം തന്നെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഇൽമിനെ അമലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് വരുന്നത്, വീണ്ടും ഇൽമും തരുള്ളൂ അള്ളാഹു സുബ്ഹാനഹു വ തആല. അതോടൊപ്പം അമലുകൾ ചെയ്യാനുള്ള തൗഫീഖും തരുള്ളൂ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അതൊക്കെ വർദ്ധിപ്പിച്ചു തരും. ലഇൻ ശകർത്തും ലഅസീദന്നക്കും. അപ്പൊ നന്ദി കാണിക്കണം നമുക്ക് കിട്ടിയ അറിവിൽ. അപ്പോൾ കിട്ടിയ അറിവ് വെച്ചിട്ട് നമ്മളുടെ ചെയ്യുന്ന ഇബാദത്തുകളിൽ നമ്മൾ തഖ്വയുള്ളവരായിട്ട്, ഖുശൂ ഉള്ളവരായിട്ട് മാറണം.
അത് മാത്രം, ചിലർ അത് മാത്രം ശ്രദ്ധിക്കും. പഠിക്കുക, ഇബാദത്തുകൾ വീട്ടിലുള്ളിൽ നിന്ന് ചെയ്തുകൊണ്ടുള്ള ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് പോരാ, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരണം. അമജുസയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് അല്ലേ പറയുന്നുണ്ട് കേട്ടോ. പല കാര്യങ്ങളും നമ്മൾ ഒരു ഉള്ളിലൊരു എന്താ പറയാ കുത്തുന്ന പോലെ തോന്നുന്ന പല ആയത്തുകളും നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്, നമസ്കാരത്തിന് അല്ലെ അശ്രദ്ധരായിട്ട് കാണുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. ആം, കുത്തുവാക്ക് അല്ലെങ്കിൽ കളിയാക്കല് അല്ലെ, എന്താ പറയാ പരദൂഷണം പറയുന്നവരെ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഉമസ എന്ന് പറയുമ്പോൾ കളിയാക്കി ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നാശം എന്ന് പറയുന്നത്, അവർക്ക് ഏത് തരത്തിലുള്ള ശിക്ഷയാണെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അതെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട്, അതൊക്കെ അത്രയും ആഴത്തിൽ പഠിക്കുമ്പോൾ ഈ മൂടപ്പെടുന്ന തരത്തിലുള്ള ശിക്ഷയാണെന്ന് പറഞ്ഞില്ലേ സുബ്ഹാനല്ലാഹ്. അതായത് ഇങ്ങനെ തിരമാല കണക്കെ നാറുല്ലാഹിൽ മൂക്കത അല്ലെ അല്ലത്തി തത്തലി അലൽ അഫ്ഇദ, അങ്ങനെ പറഞ്ഞിട്ട് അതിങ്ങനെ ഹൃദയങ്ങളോളം ചെന്നെത്തുന്ന അത്രയും കത്തിക്കരിയിച്ച് കളയുന്ന തൂണുകൾ പോലെ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ആളിനെ, അതൊന്നും തിരമാല കണ്ടിട്ടില്ലേ? തിരമാല തിരമാല ഇങ്ങനെ വരിക, ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ആളിനെ അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് ആക്കി കളയും. അതുപോലത്തെ തീനാളങ്ങളാണ് ഒരു മനുഷ്യന്. അത് ഈ അപ്പൊ നമുക്ക് അതൊക്കെ ഇങ്ങനെ കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ആൾക്കാർ കൂട്ടത്തിൽ ഇരുന്ന് വർത്താനം പറയുമ്പോൾ നമുക്കൊരു പേടി തോന്നും. അല്ല പഠിച്ചോനെ, ഇങ്ങനെ ഒരു ശിക്ഷയാണല്ലോ ഈ ഒരു കാര്യത്തിന് കിട്ടാനുള്ളത്. നമ്മൾ തനിയെ മാറിപ്പോ ആദ്യത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൂടെ പറഞ്ഞവരായിരിക്കാം, പിന്നെ പിന്നെ വിചാരിക്കും അല്ല നമുക്ക് ഇതിനകത്തുനിന്ന് മാറി നിൽക്കേണ്ടവരാണ്. അപ്പൊ മനസ്സുകൊണ്ട് വെറുക്കാൻ തുടങ്ങും. പിന്നെ അവിടെ നിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ മാറി നിൽക്കുന്ന അവസ്ഥ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു കൂട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകാതെ അള്ളാഹ് തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തോളും. നമുക്ക് നാവിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാത്ത വിധം അള്ളാഹു നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ആദ്യത്തിൽ നമ്മൾ ശരിക്കും നമ്മൾ പഠിക്കുന്ന നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യേണ്ടി വരും പല കാര്യങ്ങളിലും. നമുക്ക് ഒരുപാട് ചുറ്റുപാടുകൾ, നമ്മൾ ക്ഷമയെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് വരും എന്നറിയോ? ക്ഷമക്കുള്ള ടെസ്റ്റ് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളിപ്പോൾ ഹുമസ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് പരദൂഷണം പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ പെടും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മൾ അതിനെ അങ്ങനെ കാണണം. അള്ളാഹു നമ്മളൊരു പഠിച്ച കാര്യത്തെ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെ ചെക്ക് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നണം. സുബ്ഹാനല്ലാഹ്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ നമ്മൾ ഈ പഠനത്തിലൂടെ നമ്മുടെ സ്വഭാവം ശരിയായിട്ട് വരണം എന്നുള്ളതാണ്. അത് എല്ലാവരും ഖുർആൻ പഠിച്ചിട്ട് എന്താ സ്വഭാവം നന്നായിട്ടില്ലാലോ എന്ന് നമ്മളെക്കുറിച്ച് ആരും പറയും. നമ്മൾ വീട്ടിലുള്ളവരാണ് നമ്മുടെ സ്വഭാവത്തെ വിലയിരുത്താൻ നമുക്കറിയാലോ. അപ്പം പഠിക്കാനൊക്കെ പഠിക്കും, എന്തൊരു കെട്ട സ്വഭാവം എന്ന് പറയരുത്. ചിലരിനി എന്ത് നമ്മൾ എത്ര നന്നായി നിന്നാലും പറയുന്നവരുണ്ട് കേട്ടോ. അത് മൈൻഡ് ചെയ്യണ്ട, അത് നിങ്ങളെ ഉള്ളിലേക്ക് എടുക്കണ്ട. സുബ്ഹാനല്ലാഹ്, അത് നല്ലത് പറയാൻ അറിയാത്ത ആൾക്കാരാണ്, അവർക്ക് നമ്മൾ പുറത്തു കൊടുക്കണം. കാരണം എന്തുകൊണ്ടാണ്? സുബ്ഹാനല്ലാഹ്, നമ്മൾ അതാണ് പഠിക്കുന്നത്, ക്ഷമിക്കാനും പൊറുക്കാനും. കാരണം നമ്മൾ അള്ളാഹുവിൻ്റെ അല്ലെ ഗഫൂറായ റഹീമായ റബ്ബിന്റെ അടിയാന്മാരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം തീർച്ചയായിട്ടും ഖുർആൻ ആ തരത്തിൽ അല്ലേ നമ്മൾ ഇബാദത്തുകളിൽ നമുക്ക് ഖുശൂവും തഖ്വയും വർദ്ധിക്കണം. അതോടൊപ്പം തന്നെ നല്ല സ്വഭാവം ഉണ്ടാക്കി തീർക്കണം. നല്ല സ്നേഹവും അല്ലേ, ആളുകളെ മനസ്സിലാക്കാനും പെരുമാറാനും ഒക്കെയുള്ള ഒരു ഇതൊക്കെ നമുക്ക് ഉണ്ടായിത്തീരണം. ഖുർആൻ പഠിക്കാനും മോർ ഇഷ്ടം നമുക്ക് തോന്നണം കേട്ടോ. ഇങ്ങനെ നമ്മൾ പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പഠിക്കാനുള്ള ആഗ്രഹമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. പലതരത്തിലുള്ള പഠനങ്ങളല്ല, നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിലും പോയി ഇതിലും പോയി അതല്ല കേട്ടോ പറയുന്നത്. അങ്ങനെയും സംഭവിക്കാറുണ്ട്. പല ഗ്രൂപ്പുകളിലും പോയി ചേരും, എന്നിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയും. അങ്ങനെയല്ല, നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള പഠനത്തിൽ ഉറച്ചു നിൽക്കുക, അത് നന്നായിട്ടൊന്ന് പഠിച്ചെടുക്കുക. എന്നിട്ട് സ്വന്തമായിട്ട് തന്നെ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന തലത്തിലേക്ക് നമ്മളെ അള്ളാഹു എത്തിക്കും. അതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ എഴുതി വെക്കുക. നമുക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിലുള്ള തന്നെ ഒരാൾ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയച്ചു തരാനുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ വിചാരിക്കും ഇത്രമാത്രമൊക്കെ ചിന്തിക്കാൻ അവർക്ക് എങ്ങനെ പറ്റുന്നു. അതായത് ഓരോ ആയത്തുകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ലെസൺസ് അവർ നല്ല നോട്ട്സ് ആക്കിയിട്ട് ഇങ്ങനെ എഴുതി അയക്കുകയാണ്. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു ഞാനാണ് എഴുതുന്നത്, എനിക്കിങ്ങനെ ഒന്നും എഴുതാൻ അറിയില്ല. അള്ളാഹു അക്ബർ. അപ്പൊ അതുപോലെ നമുക്ക് സ്വന്തം അപ്പം പഠിച്ചു, അതായത് നൂറ് സദറിയിൽ അവർ പഠിക്കുന്നുണ്ട്. പഠിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യാണ്. എങ്ങനെയും നമുക്കത് ചെയ്യാം. ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടാവാം അല്ലേ, അതേപോലെ തന്നെ നമുക്ക് ഇതുപോലെ നോട്ട്സ് എഴുതിയിട്ടാവാം. എങ്ങനെയും നമുക്ക് കിട്ടുന്ന ലെസൺസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരുപാട് നിയത്തുകൾ നമ്മുടെ വന്നിട്ടുണ്ട്. പഠിക്കാനിരിക്കുമ്പോൾ ഇന്ന കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത്. ഓരോ ദിവസവും ഖുർആനിലെ ഒരു ആയത്തെങ്കിലും അല്ലെങ്കിൽ ഒരു സന്ദേശമെങ്കിലും ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം എന്നുള്ളൊരു നിയത്തോടു കൂടി തന്നെ നമ്മൾ ഇരിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ചാൻസ് കിട്ടും കേട്ടോ. അതുകൊണ്ട് ആരും എങ്ങനെയൊന്നും വിചാരിക്കേണ്ട. സോറി. ഓക്കെ.
അപ്പൊ ഇൻഷാ അള്ളാ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ ഖുർആൻ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇൻഷാ അള്ളാ ഇനി നമുക്ക് സൂറത്ത് നബന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. ഇൻഷാ അള്ളാ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഡ് മീനിങ്ങും അതിന്റെ തഫ്സീറും കാര്യങ്ങളും ഒക്കെ ക്ലാസ്സിൽ വേറെ ടീച്ചർ ഇടുന്നതായിരിക്കും. ഇതുപോലെ നമുക്ക് ഓരോ സൂറത്തുകൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാമല്ലോ ഇൻഷാ അള്ളാ. സൂറത്ത് നബ നമുക്കറിയാം, അത് 40 ആയത്തുകളുള്ള ഒരു സൂറത്താണ്. അപ്പൊ അത് ഓരോരോ പാർട്ടുകളായിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട് അല്ലെ സൂറത്ത്. ഓ പറഞ്ഞു അല്ലെ. ഓക്കെ, സൂറത്ത് നബയിലെ ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ ഒരു കാര്യം പറയണു. പിന്നെ 6 മുതൽ 16 വരെ വേറെ, 17 മുതൽ 30 വരെ, പിന്നെ 31 മുതൽ 36 വരെ, അങ്ങനെ അങ്ങനെ, പിന്നെ 37 40 വരെ ഓരോരോ കാര്യങ്ങളായിട്ട് അതിനെ ഇതായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം തന്നെ പഠിക്കാൻ മിക്കവാറും കുറേശ്ശെ ആയിട്ടല്ല പഠിക്കുന്നുണ്ടാവുക. അപ്പൊ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ ഒരുമിച്ചായിരിക്കും ചിലപ്പം പഠിക്കുന്നുണ്ടാവുക. അപ്പൊ അറിയാം, നമുക്കത് റീഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് അല്ലെ. അറിയാതാണ്. ഓക്കെ, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون. നമ്മൾ ഇത് എപ്പോഴും നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. സാധാരണ അമ്മജൂസ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം മുതൽ തന്നെ എല്ലാവരും പഠിക്കാന്ന് വിചാരിച്ചിട്ട് അല്ലേ അങ്ങനെ തുടങ്ങാറുണ്ട്. എത്രത്തോളം എല്ലാവർക്കും കംപ്ലീറ്റ് ആവുന്നുണ്ടെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ആദ്യത്തെ 5 ആയത്തൊക്കെ ഇപ്പൊ നമുക്ക് നമ്മളെ സൂറത്തുൽ അലക്കിലെ അഞ്ചായത്തുകൾ പോലെ തന്നെ സൂറത്തുൽ നബയിലെ ഈ 5 ആയത്തുകളും എല്ലാവർക്കും ബൈഹാർട്ട് ആയിട്ടുണ്ടാവും. പല ഗ്രൂപ്പിലും തുടങ്ങി പിന്നെ നിർത്തിപ്പോയവരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ എന്തായാലും എല്ലാവർക്കും അറിയുണ്ടാവും അല്ലെ. ഈ ആയത്തുകൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സുബ്ഹാനല്ലാഹ്, അവസാന നാളിനെ കുറിച്ച് അല്ലെ. അവർ ചോദിക്കുന്നത് എന്തിനെ കുറിച്ചാണെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കാര്യത്തിൽ പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് അല്ലെ. അങ്ങനെ ഒരു സംഭവം സംഭവിക്കാനുണ്ട്, ആ ഒരു വല്ലാത്തൊരു മഹത്തായ ഒരു വാർത്ത അല്ലെ. അത് നബ എന്ന് വെച്ചാൽ എന്താണ്? നബ എന്ന് വെച്ചാൽ വാർത്ത അല്ലെ. എന്താ ഒരു വല്ലാത്ത വാർത്ത എന്താണ്? അന്ത്യനാളിനെ കുറിച്ചുള്ള വാർത്തയാണ് പറയുന്നത്. ആ കാര്യത്തെ കുറിച്ച് അവർ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ശരിക്കും ഇതിനെ കുറിച്ചൊക്കെ ആ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ് അല്ലെ? നമ്മളെ അള്ളാഹു സൃഷ്ടിച്ച് ഇനി നമുക്ക് പോകാനുള്ള ഒരു സമയമുണ്ട്. ആ സമയം എന്താണ്, എവിടേക്കാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തകളാണ് നമ്മൾ അതിലേക്ക് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ ഒരു വാർത്ത ഉണ്ട്, എന്താണ് വാർത്ത, എങ്ങനെയൊക്കെ സംഭവിക്കും, അതവിടെ കഴിഞ്ഞില്ല. നമ്മളെ ചിന്തിപ്പിക്കണം. അതായത് ഒരു നമ്മളെ അള്ളാഹു സൃഷ്ടിച്ച് ഈ ദുനിയാവിലേക്ക് അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇല്ലേ ഇതൊക്കെ അവസാനിക്കുന്ന ഒരു 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 വലിയൊരു വാർത്തയാണ്, ഒരു സംഭവമാണ് വരാനിരിക്കുന്നത്, വലിയൊരു സംഭവം അല്ലെ. ആ സംഭവത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയാണ് നമുക്ക് ആയത്തുകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഒരു മുന്നറിയിപ്പാണ് ശരിക്കും പറഞ്ഞിട്ടാണെങ്കിൽ അത്. അപ്പോൾ ഈ ഒരു ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത തീർച്ചയായിട്ടും വന്നു. അപ്പൊ ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത ഒരു മനുഷ്യനെ നന്നാക്കും തീർച്ചയായിട്ടും. കാരണം അതങ്ങനെയാണ്. അതായത് ഇഹം മാത്രം ചിന്തിക്കുമ്പോൾ എന്താണ്, നമുക്ക് ഇന്ന് നാളെ മറ്റന്നാള് എന്ന് ചിന്തിച്ച് ജീവിക്കും. പക്ഷേ ഹിയർ ആഫ്റ്റർ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ആഫ്റ്റർ വരാനുണ്ടല്ലോ, അതാണ് ആഹ്റം എന്ന് പറയുന്നത്. അവിടെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടേക്കുള്ളത് നമ്മൾ കരുതാൻ വേണ്ടിയിട്ട്, അവിടേക്കുള്ളത് നമ്മൾ പ്രവർത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കും അല്ലെ. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഇത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുവോ, ഇത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടൂലേ, ഇതെന്റെ തുലാസിൽ കനം തൂക്കോ അല്ലെ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഫമയഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ. ഒരു അണുമണി തൂക്കമാണെങ്കിലും അത് എന്താണ്, ഇതൊക്കെ അമജുസിലെ ആയത്തുകളല്ലേ, ഇതൊക്കെ നമ്മൾ എപ്പോഴും ഓതുന്നതല്ലേ. അപ്പോൾ അണുമണി തൂക്കമാണെങ്കിലും എൻ്റെ തുലാസിൽ കനം തൂക്കുന്നതാവോ ഇത്? അല്ല, ഇതെന്റെ കനം കുറയ്ക്കോ? ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടുള്ളതാവണം. കാരണം ആഖിറത്തെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് വരുമ്പോഴേക്കിന് നമ്മുടെ ചിന്തകളിലേക്ക് ഇങ്ങനെയൊക്കെ വരണം. ഒരു ദിവസം ചിന്തിക്കാൻ അത് മതിയാവും തീർച്ചയായിട്ടും. ഇപ്പൊ സ്വയം നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും, അപ്പൊ ആ ചിന്തകൾ നമ്മളെ പ്രവൃത്തിയിലേക്ക് വരാൻ തുടങ്ങും. നമ്മളെ പ്രവൃത്തികളെ, അതായത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. നമുക്ക് വായിൽ വരുന്ന കാര്യങ്ങൾ, നമുക്ക് ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യും. വെറുതെ ഇതെല്ലാം നഷ്ടപ്പെടുത്തണ്ട അല്ലെ. തെറ്റിദ്ധാരണകളും വർത്തമാനങ്ങളുമാണ് കൂടുതൽ ഉണ്ടാവുക. അതിനെ കൺട്രോൾ ചെയ്യാൻ എല്ലാം നമുക്ക് അല്ലെ സാധിക്കും തീർച്ചയായിട്ടും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ എത്രത്തോളം ആ തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നോ അല്ലെ, അങ്ങനെ നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം
അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ വായിക്കുന്ന ആഖിറത്തെ ഓർക്കുന്ന ഹൃദയം തീർച്ചയായിട്ടും എന്താണ് ശരിക്കും നമുക്ക് ഇപ്പൊ ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരു സമയം അല്ലെ, നമ്മുടെ ഈ ദുനിയാവിലെ സമയത്തിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും തീർച്ചയായിട്ടും. പിന്നെ നബയിന്റെ അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് 6 മുതൽ 16 വരെയുള്ള ആയത്തുകൾ. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം അതിനകത്ത് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അലം നജഅലിൽ അർദ മിഹാദ വൽ ജിബാല ഔതാദ വഖലഖനാകും അസ്വാജ, അങ്ങനെ പറഞ്ഞിട്ട് പോവല്ലേ. സുബ്ഹാനല്ലാഹ്, ഉറക്കത്തിനെ എന്താക്കി മാറ്റിയിരിക്കുന്നു, ഇതിനെങ്ങനെയാക്കി മാറ്റിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. നമുക്ക് ഒരേപോലെ ഇങ്ങനെ ആയത്തുകൾ അത് നമുക്ക് ഓതുമ്പോൾ തന്നെ നല്ലൊരു സുഖമാണ്. സുബ്ഹാനല്ലാഹ്, നമുക്ക് എന്തൊക്കെയോ ചിന്തകൾ മനസ്സിലേക്ക് വരണം. ഇതൊക്കെ വെറുതെ ഓതുന്നതല്ല കേട്ടോ. ഓക്കെ, സുബ്ഹാനല്ലാഹ്, നമ്മൾ ഓതുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം. നമ്മൾ പർവ്വതങ്ങളെ കുറിച്ച് ചിന്തിക്കണം. പിന്നെ എന്താണ്, നമുക്ക് ഉറക്കത്തിനെ അല്ലെ, രാത്രിയെ നമുക്ക് വിരിപ്പാക്കി. അതേപോലെ നമുക്ക് എന്താ പറയാ, ഉറക്കത്തിനെ ഒരു അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, വജാൽന നൗമക്കും സുബാത വജാൽന ലൈല ലിബാസ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ആ ഉറങ്ങുമ്പോൾ, ആ രാത്രി ആകുമ്പോൾ, രാത്രിയെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഉറക്കത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. ആ രാത്രിയായി, ഇനിയിപ്പോ നാളെ നേരം വെളുത്താൽ എന്ത്, അങ്ങനെ ഉറങ്ങാൻ പോകണം, ആ തരത്തിലല്ല നമ്മുടെ ചിന്തകൾ പോകേണ്ടത് അല്ലെ. അത് നമ്മുടെ ചിന്തകളൊക്കെ മാറ്റി മറിക്കുന്നതാണ് ശരിക്കും പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെയുള്ള പഠനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രാത്രിയായാൽ ആ രാത്രിയെ കുറിച്ചൊന്ന് ചിന്തിക്കും. അപ്പൊ ഒരു സുബ്ഹാനല്ലാഹ് നമ്മൾ അറിയാതെ പറയാം. അങ്ങനെയാണല്ലോ ബുദ്ധിയുള്ള ആൾക്കാർ രാത്രിയെക്കുറിച്ചും പകലിനെ കുറിച്ചും അത് മാറി മാറി വരുന്നതിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നവരാണെന്നുള്ള ഉലു അൽബാബ് അങ്ങനെയല്ലേ അല്ലേ. ഇങ്ങനെ രാത്രി പകല് മാറി മാറി വരുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. പിന്നെന്താണ്, അവർ ചിന്തിക്കും വല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അവര് ഇരിക്കോ നിൽക്കോ കിടക്കോ ആയിക്കോട്ടെ, പക്ഷെ അവര് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അതിന് മാറി മാറി വരുന്നതിനെ കുറിച്ചും ചിന്തിക്കുന്നവരായി. എന്നിട്ട് അറിയാതെ അവർ പറഞ്ഞു പോകും. സുബ്ഹാനക്, നമ്മൾ അങ്ങനെ പറയാറുണ്ടോ? നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചെല്ലാനുള്ളതും പഠിച്ചു വെച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ചൊല്ലി പറയുമ്പോഴും നമുക്ക് ആ ഉറക്കം എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു വിശ്രമത്തെ അല്ലെ അള്ളാഹു അനുഗ്രഹിച്ചു തന്നതല്ലേ. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, അല്ലെ. രാവിലെ നമുക്ക് ആകുമ്പോൾ ആ ഒരു പിന്നെ വെളിച്ചത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരുമ്പോൾ ആ വെളിച്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് നമ്മൾക്ക് ആ ഒരു രാവിലെ ആയിട്ടില്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? വജാൽന നഹാറ മആശ. തീർച്ചയായിട്ടും ആ ഒരു ഡേ ടൈം നമുക്ക് അള്ളാഹു എന്തിനാണ് തന്നിട്ടുള്ളത്? നമുക്ക് ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ജീവിക്കണമെങ്കിൽ നമുക്ക് ആ വെളിച്ചം വേണം. ആ വെളിച്ചത്തിലാണ് നമ്മൾക്ക് ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള സംഗതികളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതും അതിലേക്ക് നമ്മൾ പുറപ്പെടുന്നതും ഒക്കെ അല്ലെ. സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ ഫുൾ ടൈം നമ്മൾ നല്ല ഉറങ്ങി മൂടി പോച്ച് ഉറങ്ങിയ എന്താ അവസ്ഥ അല്ലെ. അപ്പൊ ഏത് സമയം ഇരുട്ടായിക്കൂടാ. അപ്പൊ ഇരുട്ട് മാറി മാറി വരുന്നുണ്ട് നമുക്ക് എല്ലാത്തിനും, എല്ലാ തരത്തിലും. പിന്നെ നമുക്ക് ദുനിയാവിൽ അള്ളാഹു തന്നിട്ടുള്ള ഭക്ഷണം കാര്യങ്ങളെല്ലാം അല്ലെ, മഴയായിട്ട് അല്ലെ, വാൻസല്ലാമിനൽ മാസിറാത്തി മാൻ സജ്ജാജ മാൻ ഇല്ലേ, ആകാശത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചൊരിഞ്ഞു തരാണ് നമുക്ക് മഴ അല്ലെ. അതിൽ നിന്നും ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത, അതിനകത്ത് നിന്ന് അള്ളാഹു മുളപ്പിച്ച് നമുക്ക് എല്ലാം തരാണ്. നമുക്ക് കഴിക്കാനുള്ള ധാന്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ അത് ഇടതിങ്ങി എന്താ പറയാ വളരുന്ന തരത്തിൽ ജന്നാത്തിൻ അൽഫാഫ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഇതെല്ലാം ചിന്തിക്കുന്നവർക്ക് എന്താണ്, അതിനൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. നമ്മൾ ആരെങ്കിലും ചിന്തിക്കണ്ടോ? സുബ്ഹാനല്ലാഹ്, ഓരോ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അത്രയും ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയുമ്പോ നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ആയത്തിനെ കുറിച്ച് ചിന്തിച്ചോ? ആകാശം, ഭൂമി, അതിനെ പരത്തിയത്, അതിനെ നമുക്ക് ആകാശം ഇങ്ങനെ തൂണുകളില്ലാതെ അവിടെ മേലെ നിൽക്കുന്നത് അല്ലെ, രാവിലെ ആകുന്നത് രാത്രി ആകുന്നത്, സൂര്യൻ അല്ലെ, പിന്നെ അമ്പിളിമാമൻ അവിടെ വരണ. സുബ്ഹാനല്ലാഹ്, മഴ പെയ്യുന്ന ഉണങ്ങിക്കിടന്ന നിലത്ത് ആ മഴ പെയ്യുമ്പോൾ പൊട്ടിമുളച്ചുണ്ടാകുന്നു. നമ്മൾ ഇന്നലെ മഴ പെയ്തു, പെട്ടെന്നൊരു ദിവസം മഴ പെയ്തു, 2 ദിവസം കഴിഞ്ഞ് നമ്മൾ അവിടെ നോക്കുമ്പോൾ നമ്മൾ എവിടെയോ എന്തോ ഇട്ട എന്തെങ്കിലും ഒരു വിത്തിന്റെ ഇതൊക്കെ മുളച്ചു വന്നു. നമ്മളത് കണ്ടിട്ട് പറഞ്ഞോ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞോ? അല്ലാഹു അക്ബർ അല്ലെ. നമ്മൾ എപ്പോഴാ പറയാ അതൊക്കെ? ഇനി പറയണം അല്ലെ. ഇനി നമ്മൾ പറയും. കാരണം അള്ളാഹുവിനെ കുറിച്ച് നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ചിന്തിക്കുന്നവരായിട്ട് മാറുന്ന ആ തരത്തിലുള്ള അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അഹ്ലുകാരായിട്ട്, ഖുർആനിന്റെ ആൾക്കാരായിട്ട് മാറണം. അള്ളാഹു അക്ബർ. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഓരോ സൃഷ്ടിപ്പും എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മഹത്വത്തിന്റെ തെളിവാണ്. അപ്പൊ ആ മഹത്വം നമ്മൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിൽ നിന്ന് അറിയാതെ വരുന്ന ആ ഒരു തസ്ബീഹ് ഉണ്ടല്ലോ,
അതിനാണ് പോയിന്റ്സ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ എണ്ണി പറയുന്ന കുറേ ഉണ്ടാവും, അതിനൊക്കെ കൂലിയുണ്ട് കേട്ടോ, ഒന്നും നഷ്ടപ്പെടില്ല. പക്ഷെ നമ്മൾ ആ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് നമ്മളിൽ നിന്ന് അങ്ങോട്ട് വരും, ഓരോന്ന് കാണുമ്പോൾ കേൾക്കുമ്പോൾ. ഒരു തെറ്റായ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, എന്ത് തെറ്റായ ഈ കളിയാക്കുന്നതോ കുത്തുവാക്ക് പറയുന്നത് അല്ലെ, വൈലിലി കുലി ഹുമസത്തിൽ ഹുമസ പറഞ്ഞു അല്ലെ, പെരുപ്പം കാണിക്കുന്നതിന് അത് റിയാ, അതായത് ഷോ ഓഫ് കാണിക്കുന്നവർക്ക് എല്ലാം കബറിടെ എത്തുന്നത് വരേ ഉള്ളൂ ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നത്. കാരണം എന്നെ തന്നെ ഓർമ്മപ്പെടുത്തലാണ്, നൽഹാക്കും മുത്തക്കാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ. എന്താണ്, നിങ്ങൾ കബറിടെ എത്തുന്നവരെയുള്ള നിങ്ങൾ ഈ പെരുപ്പം കാണിക്കലൊക്കെ ഇപ്പൊ നമ്മൾ ദുനിയാവിൽ കാണിച്ചു കൂട്ടുന്ന എല്ലാത്തരം കാണിച്ചു കൂട്ടില്ല, എവിടെ വരെയുള്ളൂ? അതെന്നാ ഈ കാണിച്ചു കൂട്ടലുകളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ പലതും നമുക്ക് കാണുമ്പോൾ നമുക്ക് പേടി തോന്നും. ആ പേടി നമ്മൾ ഒരു അസ്തഗ്ഫിറുല്ലാഹിലേക്ക് എത്തിക്കണം, അറിയാതെ നമ്മുടെ മനസ്സിൽ. നമ്മൾ അതിനകത്ത് നമ്മളെല്ലാം കാണുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും, ചിലപ്പോൾ നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ എന്താണ്, നമ്മൾ അതിനകത്തുനിന്ന് നമ്മുടെ അയിലത്തോട്ട് ചേർന്ന് എഴുകി ചേരല്ല വേണ്ടത്, ഒന്ന് മാറി നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അപ്പൊ അതെന്താണ് ശരിക്കും അള്ളാഹുവിന്റെ ആയത്തിനെ ഉൾക്കൊണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. അതായത് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മളൊരു അസ്തഗ്ഫിറുല്ലാഹ് പറയാനും അള്ളാഹുവിന്റെ മഹത്വത്തെ വിളിച്ചോതുന്ന പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ കാണുമ്പോൾ അറിയാതെ സുബ്ഹാനല്ലാഹ് പറയാൻ പറ്റുന്നതും, അള്ളാഹു അക്ബർ അല്ലെ, മാഷാ അല്ലാഹ്, ഇതൊക്കെ നമ്മൾ അങ്ങനെ പറയണം. അതായത് കണ്ടിട്ട് നമുക്ക് ആ ഒരു കാര്യത്തിന്റെ മനസ്സ് തട്ടി നമ്മളൊരു പറച്ചിലുണ്ടല്ലോ, ആ പറച്ചിൽ കാരണം സുബ്ഹാനല്ലാഹ്, അത് ശരിക്കും നമുക്ക് എവിടുന്നാ കിട്ടുക, ഇങ്ങനെ തദബ്ബുർ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക. അപ്പൊ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളെ ഓരോന്നിനെയും നമ്മൾ കാണുമ്പോൾ ആ തരത്തിൽ നമ്മൾ പറയണം. ഓക്കെ, സുബ്ഹാനല്ലാഹ്. നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കം പോലും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. സുബ്ഹാനല്ലാഹ്. രാവിലെ നമുക്ക് ഓരോ പ്രഭാതവും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, പുതിയ അവസരമാണ് നമുക്ക് തരുന്നത്. ഇന്നിപ്പോ നമുക്ക് എന്തൊക്കെയോ ആ ഉറക്കത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഉറക്കം പോലെ ഇബാദത്താക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ദുആയും ദിക്റുകളും ഒക്കെ പറഞ്ഞു തന്നു. അതും ചൊല്ലി ചൊല്ലി ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ അല്ലെ, അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉറങ്ങിപ്പോകുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അള്ളാഹിനെ സ്തുതിച്ചുകൊണ്ട്, അള്ളാഹിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഉറങ്ങി, രാവിലെ അള്ളാഹിനെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേറ്റു. ആ രാത്രി മുഴുവനും ആ സമയം പോലും അള്ളാഹു വേസ്റ്റ് ആക്കി കളയുന്നില്ല, നമ്മുടെ തുലാസിലേക്ക് കനം കൂട്ടാനാക്കി തരാം. അതാണ് നമ്മുടെ റബ്ബ്. പക്ഷേ നമ്മളൊക്കെ അല്ലെ അലസന്മാരായിട്ട് പലതും നമ്മളിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട്. അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അങ്ങനെ ഒരു പറച്ചില് പറയുന്നതല്ല, അതൊക്കെ അൽഹംദുലില്ലാഹില്ലദീ, നമ്മൾ ആ രാവിലത്തെ ഒരു ഒരു പുതിയൊരു ഉണർവിലേക്ക് നമ്മൾ എത്തിച്ചല്ലോ. കാരണം രാത്രിയെക്കുറിച്ചും രാവിലേനെ കുറിച്ചും മാറി മാറി വരുന്നതിനെ കുറിച്ചും ചിന്തിക്കുന്നവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഇപ്പൊ ഈ ഒരു സൂറത്തുകളിലൊക്കെ നമ്മൾക്ക് ഇനി മുന്നോട്ട് പലതരത്തിൽ പഠിക്കാനുണ്ടാവും. അപ്പൊ ഒക്കെ ഒന്ന് ആലോചിച്ച് ചിന്തിക്കാം. ഇനി നമ്മൾ കാണുന്നതിലും കേൾക്കുന്നതിലും അല്ലെ മിണ്ടുന്നതിലും ഒക്കെ എന്തുണ്ടാവും, തദബ്ബുർ ഉണ്ടാവണം. സുബ്ഹാനല്ലാഹ്. ഓക്കെ, നമ്മൾ ഓരോന്ന് കാണുമ്പോൾ ഓരോന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഈമാൻ വർദ്ധിക്കുന്നതായിരിക്കണം. ഈമാൻ കുറയുന്നു എന്നല്ല നമ്മൾ ഇനി പറയേണ്ടത്. എല്ലാവരും പറയും ഈമാൻ കുറഞ്ഞ പോലെ, ഈമാൻ കുറഞ്ഞ പോലെ. ഖുർആൻ പഠിക്കുന്നവര് ഇല്ലേ, നമുക്ക് ആരോടും പറയണ്ട നമ്മൾ അല്ലെ, ഈമാൻ കുറഞ്ഞൊന്നും കുറയുന്നൊന്നും നമ്മൾ പറയണ്ട. പക്ഷെ നമുക്ക് സ്വയം ഫീൽ ചെയ്യണം ഈമാൻ കൂടുന്നതായിട്ട്. അതായത് നമ്മൾ പല കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ ഒരു ആയത്തിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലെ. ഇപ്പൊ പലപ്പോഴും നമുക്ക് അങ്ങനെയല്ലേ, ഇന്നിപ്പോ ഒരാൾ എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. സുബ്ഹാനല്ലാഹ്. പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഖുർആനിലെ ഒരു ആയത്ത്, അതൊരു ദുആ ആണ്, അത് വെച്ചിട്ട് ജീവിതത്തിൽ ഒരു പെട്ടെന്ന് തന്നെ വിചാരിക്കാത്ത തരത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. മൂസാ നബിയുടെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു അല്ലെ, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്ന് പറഞ്ഞിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ പ്രവാചകനാണ് മൂസാ നബി മൂസാ നബി അലൈഹി ഇസ്ലാം. അപ്പോ നമ്മൾ ആരാണ്, നമുക്ക് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതൊക്കെ ഖുറാനിൽ പറഞ്ഞു തന്നിട്ടുള്ളത്? നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനല്ലേ. യെസ്, മാറ്റങ്ങൾ ഉണ്ടാവണം. സുബ്ഹാനല്ലാഹ്. അപ്പോ നമുക്ക് എന്ത് കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ ആ തരത്തില് ചേഞ്ചസ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നമ്മളെ മാറ്റിക്കൊണ്ടുവരണം. ആയത്തുകളും ദുആകളും ഒക്കെ തന്നെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈമാൻ വർദ്ധിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അല്ലാതെ ഇങ്ങനെ എന്താ പറയാ, ഒന്നും പഠിച്ചിട്ട് അവിടെ എത്തുന്നില്ല, അല്ലെങ്കിൽ ഈമാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എപ്പോഴും ഒരു പരാതി പറയുന്നത്. പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എപ്പോഴും ഒരു പരാതി പറച്ചിലാണല്ലേ നമുക്ക്. ആദ്യം ആ കാര്യത്തിൽ ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് ഒരു ബിസ്മില്ല, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ് അതിനെ ബാക്കോട്ട് വെക്കുക, ബിസ്മില്ല പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് തുടക്കം ഇടുകയാണ് കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പം ഒന്നും ഇനി കാണുന്നതും കേൾക്കുന്നതും മിണ്ടുന്നതും ഒക്കെ എന്താണ്, നമ്മളെ തദബ്ബുർ സ്റ്റൈലായിരിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു ആ തരത്തിൽ നമ്മളെ ഈ ഒരു പഠനം നമ്മൾ ആ കാര്യത്തിലേക്ക് അല്ലെ, അള്ളാഹുവിന്റെ ആ തദബ്ബുറിലേക്ക് എത്തിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓക്കെ, പിന്നീട് അപ്പൊ അള്ളാഹിന്റെ പ്രകൃതിന്റെ കുറിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെയാണ് ആയത്തുകളിൽ പറഞ്ഞത്. പിന്നെ 17 മുതൽ 30 വരെയുള്ള ആയത്തുകളിൽ വീണ്ടും നരകത്തിന്റെ മുന്നറിയിപ്പ് അല്ലെ, ഖിയാമത്ത് നാളിനെ കുറിച്ചും
കാഹളമൂത്തിനെ കുറിച്ചും മനുഷ്യരുടെ അവിടെ ഒത്തുചേരുന്നതിനെ കുറിച്ചും ഒക്കെ പറയാണ്. പിന്നെ എന്താണ് നരകത്തിന്റെ എല്ലാ ഭീകരതയും അവിടെ പറയുന്നത്. അവർക്ക് എന്താ കുടിക്കാൻ കൊടുക്കുക അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ ലിത്വാഗീന മആബ ലാബിസീന ഫീഹാ അഹ്ഖാബ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് കാര്യം. ലാ യദൂഖൂന ഫീഹാ ബർദം വലാ ശറാബ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അവിടെ എന്തൊക്കെയോ അല്ലേ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് അതായിരിക്കും ഇതായിരിക്കും. ഇതൊക്കെ ഞാൻ എല്ലാത്തിൻ്റെ അർത്ഥവും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഇങ്ങനെ മീനിങ് വെച്ച് തന്നെ ആയിരിക്കുമല്ലോ പഠിക്കുന്നുണ്ടാവുക. അപ്പൊ അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ശരിക്കും മനസ്സിലേക്ക് അങ്ങ് പതിഞ്ഞോളും തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്താണ് ഈ കാര്യങ്ങളൊക്കെ? അപ്പൊ നമുക്ക് വീണ്ടും നരകത്തെ കുറിച്ച് ഓർക്കാനും റബ്ബേ അങ്ങോട്ട് ഞങ്ങളെ കൊണ്ടുപോയല്ലേ, ഞങ്ങൾ അതിൽ എന്താ പറയാ കടക്കുന്നവരാക്കല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു ദുആ അല്ലേ തീർച്ചയായിട്ടും നമ്മളെ ഉള്ളിൽ നിന്ന് വരും അല്ലെ. നോർമലി നമ്മൾ ജന്നത്തിനെ കുറിച്ച് അല്ലെ സ്വർഗത്തിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ റബ്ബേ സ്വർഗത്തിലേക്ക് ആ ഒരു ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബേ നമ്മൾ ഒരുമിച്ച് കൂട്ടണേ നമ്മൾ പറയണം. ഖുർആൻ ഓതുമ്പോൾ അങ്ങനെയാണ്. ഓരോ കാര്യങ്ങൾ നമ്മൾ എന്താണോ നമ്മൾ അല്ലെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആ കാര്യത്തിലേക്ക് നമ്മളങ്ങ് ചേരണം. എന്നിട്ട് നമ്മൾ ജന്നാത്തിനെ കുറിച്ച് പറയുമ്പോൾ ജന്നത്ത് ചോദിക്കണം. സുബ്ഹാനല്ലാഹ്. നമുക്ക് മറ്റേത് നരകത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഭയം വരണം. റബ്ബേ അത് ഇങ്ങനെയൊക്കെ കുടിക്കാൻ കൊടുക്കുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ പഠിച്ചോ, അതൊന്നും നമുക്ക് വേണ്ട അല്ലേ. പക്ഷെ നമ്മൾ പഠിക്കുകയാണ്, മുത്തഫിഫീനിൽ പഠിക്കണില്ലേ, അവർക്ക് തസ്നീം നിറഞ്ഞ ചേരുവ നിറഞ്ഞ ആ ഒരു കുടിക്കാൻ കൊടുക്കപ്പെടും അല്ലെ. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്? ഫലിയതനാഫസിൽ മുതനാഫിസൂൻ അല്ലേ. സുബ്ഹാനല്ലാ. എന്നിട്ട് ആരാ മത്സരിക്കണേ? അത് കിട്ടാനായിട്ട് മത്സരിക്കേണ്ട നമ്മള് അല്ലേ. ഇതൊക്കെ ഇങ്ങനെ എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് നമ്മളിങ്ങനെ പറയുന്നത്. സൂറത്തു നമ്മളിങ്ങനെ ഈ ഒരു അമജുസിലെ ഓരോ സൂറത്തുകൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ശരിക്കും നമ്മൾ എന്തായി അള്ളാഹു അക്ബർ, നമുക്ക് നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാനുള്ള കാര്യങ്ങൾ അല്ലെ എല്ലാം തന്നെ കിട്ടിക്കഴിയും. സുബ്ഹാനല്ലാഹ്. ഒരു ബഖറ പഠിക്കുമ്പോൾ അത് വേറെ ലെവലാണ്. ഓക്കെ, നമുക്ക് എല്ലാ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പൊ നമ്മൾ തുടക്കക്കാരാണെങ്കിൽ ഈ അമ്മജുസിലൂടെ തന്നെ നമുക്ക് നല്ലൊരു തുടക്കമാണ് കിട്ടുന്നത്. പിന്നെ ഈ അമ്മജുസ് പഠിച്ചു കഴിഞ്ഞ് നമുക്ക് തീർച്ചയായിട്ടും ബഖറയിലോട്ട് പോകുമ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും. ബഖറ മുതൽ തുടങ്ങിയാലും ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ തുടങ്ങിയ ആൾക്കാരുണ്ടാവും. മനസ്സിലാക്കുന്നവർ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഇപ്പൊ തുടങ്ങുന്നത് ഇവിടെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയണമെന്ന് മാത്രം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു ഭയങ്കര എളുപ്പം തന്നെ ആയിരിക്കും. ആഖിറത്തിനെ കുറിച്ചും ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നന്മ തിന്മകളും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ജുസു മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ആഖിറം സംഭവിക്കാനുള്ളതാണെന്നും അന്ന് ഓരോ പ്രവൃത്തിക്കും നമ്മൾ കണക്ക് പറയേണ്ടവരാണെന്നും ഒക്കെ അള്ളാഹുവിന്റെ മുന്നറിയിപ്പാണ് ഈ നരകത്തിനെ കുറിച്ചും കാര്യത്തിനെ കുറിച്ചും ഒക്കെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ആയത്തുകൾ വായിക്കുമ്പോൾ നമ്മളിലേക്ക് തീർച്ചയായിട്ടും തൗബ വരൂലേ? തൗബ വരണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു എത്തിക്കട്ടെ. ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും തൗബ ചെയ്യുന്നവരായിട്ട് നമ്മളെ മാറ്റണം. നീ ഇങ്ങനെ ഓരോ ആയത്തുകൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നീടുള്ള ആയത്തുകൾ 31 മുതൽ 36 വരെയുള്ള ആയത്തുകൾ അതെന്താണ്? സ്വർഗത്തെ കുറിച്ചാണ് അല്ലെ. സന്തോഷമുള്ള വാർത്തകളാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചവർക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. തോട്ടങ്ങള്, മുന്തിരിത്തോട്ടങ്ങള് അല്ലെ, നല്ല സമാധാനമുള്ള എന്താ പറയാ ആശ്വാസം നൽകുന്ന നല്ല റെസ്റ്റ് എടുക്കുക, സമാധാനമാണ്, നല്ല കുടിക്കാനുള്ളതാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കപ്പെടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. നല്ല നല്ല അല്ലെ ഹദായിഖ വഅനാബ, മുന്തിരിത്തോട്ടങ്ങള്, കവാഇബ അച്റാബ, സന്ധിഹാക്ക, അങ്ങനെ കപ്പുകളിൽ കുടിക്കാനും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ കിട്ടും. പിന്നെ അവിടെ എന്താണ്? ഒന്നും ലഹവൻ വലാ കിതാബ്, ഒന്നും തെറ്റായതൊന്നും അവിടെ കേൾക്കാനും ഉണ്ടാവില്ല. മോശപ്പെട്ട ഒരു വാർത്തകളോ ഒരു കാര്യങ്ങളോ ഒന്നും അവിടെ കേൾക്കാനുണ്ടാവില്ല. ലാ യസ്മഊന ഫീഹാ ലഹവൻ വലാ കിതാബ, ഒരു കളവോ ഒരു മോശപ്പെട്ട ലഹവോ ഒന്നും അവിടെ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അതാണ് അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ജസാ അല്ലെ, അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ. അതാണ് റബ്ബിങ്കൽ എന്നുള്ള മിർ റബ്ബിക അതാഅൻ ഹിസാബ. അത് എന്താണ്? ഇങ്ങനെ ഒരിക്കലും അതിന് കണക്കില്ലാത്ത പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അക്ബർ. സുബ്ഹാനല്ലാഹ്. എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു ആയത്തുകളും അതായത് ജന്നത്തിനെ കുറിച്ച് നമ്മളിങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വല്ലാത്തൊരു തൃപ്തിയാണ്. അള്ളാഹു ഈ ഖുർആൻ പഠിക്കുന്നത്, ഈ ജീവിതത്തിലേക്ക് എടുക്കുന്നത്, ഞാൻ നല്ല ആളായിട്ട് ജീവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതൊന്നും ഒരു കാര്യം പോലും പറയുന്നല്ലോ ഫമിയമിസ്കാല ദർറത്തിൻ അല്ലെ. സുബ്ഹാനല്ലാഹ്. അത് ദർറ എന്ന് പറയുമ്പോൾ നമുക്കൊന്നും എന്താ പറയാ അതിന്റെ വെയിറ്റ് എത്രയാന്ന് പോലും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പൊ അത്രയും ആ ഒരു ചെറിയ വെയിറ്റ് ആണെങ്കിൽ പോലും എന്താണ് അള്ളാഹു അത് വെറുതെ ആക്കി കളയുകയില്ല. അത് അള്ളാഹിന്റെ തുലാസിൽ അവിടെയുണ്ട്. അപ്പോൾ ഓരോ കുഞ്ഞു കാര്യം ചെയ്യുമ്പോഴും റബ്ബെ ഇതെന്റെ ആ ഒരു ഒരുക്കപ്പെട്ട ആ ഒരു സ്വർഗത്തിന് വേണ്ടിയിട്ടാണല്ലോ, ആ ഒരു ജന്നാത്തിന് വേണ്ടിയിട്ടാണല്ലോ, ഇങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കാനാക്കണം. സുബ്ഹാനല്ലാഹ്. സ്വർഗം അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ദുനിയാവിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ
ഇല്ലേ? നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നമ്മളിലേക്ക് വരുന്ന ചില ചീത്ത കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? നമുക്ക് നന്മ ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നന്മകൾ ചെയ്യണം എന്ന് ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നന്മകൾ ചെയ്യണം, അതാക്കണം ഇതാക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ നേരെ ഒരു വല്ലാത്തൊരു പ്രശ്നങ്ങൾ അങ്ങോട്ട് വരിക. അപ്പൊ നമ്മൾ ആകെ എന്താ പറയാ, പിടുത്തം വിട്ട പോലെയാവും അല്ലെ? നമുക്ക് സങ്കടം വരും, ദേഷ്യം വരും. ഇതൊക്കെ മനുഷ്യരാണ്, ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മളിൽ ഉള്ളിലുള്ള സംഗതികളാണ് അല്ലെ? ഇങ്ങനെയൊക്കെ നമുക്ക് വരും. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, ഈമാൻ കുറഞ്ഞു പോയി, ഖുറാൻ പഠിച്ചിട്ടും കാര്യം, അത് വെറുതെ വിചാരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആദ്യം അള്ളാഹു നമ്മളെ ടെസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ അതിനകത്തൊരു ചിലപ്പോൾ 100-ല് നമുക്ക് വിജയിക്കാൻ അല്ലെ, നമുക്കൊരു 10 മാർക്കേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ ആദ്യത്തെ ടെസ്റ്റിൽ. പിന്നെ അത് നമുക്ക് 20 മാർക്കാകും, 25 ആക്കാം, പിന്നെ നമുക്ക് 50 മാർക്ക് കിട്ടും. പിന്നെ നോക്കിക്കോളൂ അല്ലെ, നമുക്ക് ആ ഒരു മാർക്ക് നമുക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ പറ്റും. പെട്ടെന്ന് തന്നെ പഠിച്ച പാട് തന്നെ പിന്നെ നമുക്ക് അങ്ങോട്ട് ചടച്ചു പോകുന്ന അങ്ങനെ ആവരുത് കേട്ടോ. സുബ്ഹാനല്ലാഹ്. കാരണം ടെസ്റ്റുകൾ വരും എന്നുള്ളത്, കാരണം നന്മകൾ ചെയ്യാൻ ഒരുങ്ങി നമ്മൾ അങ്ങോട്ട് ഇറങ്ങും. ഖുർആൻ പഠിക്കുമ്പോൾ തന്നെ ചോദ്യം വരും. എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കേൾക്കേണ്ടി വരും. അള്ളാഹു ആയാലും എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും. ഏത് നേരം പഠിത്താണ്, അല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറയും. നമ്മൾ ആരും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പഠിക്കുകയൊന്നും വേണ്ട. നമ്മൾ ഏറ്റവും നല്ലൊരു സമയം അതിനായിട്ട് കണ്ടെത്തിയിട്ട് അല്ലെ, നമ്മൾ പഠിച്ചത് നമ്മുടെ ജീവിതത്തിൽ കാണുമ്പം അല്ലെ, നമ്മൾ മറ്റുള്ളവർക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. പഠിച്ചിട്ട് എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. നമ്മളിലൂടെ അവർ പഠിക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതൊക്കെ സംഭവിക്കും, നമുക്ക് സമയമെടുക്കും. സുബ്ഹാനല്ലാഹ്. ഇന്ന് തന്നെ നാളെ തന്നെ നമ്മൾ വിചാരിക്കരുത്. അവിടെ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മളെ ക്ഷമയാണ് കേട്ടോ. അല്ലെ അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മൾ തന്നെ പഠിക്കുന്നത് നമ്മൾ വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് അല്ലെ? അപ്പൊ നമ്മള് ക്ഷമ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ നിസ്കരിച്ചുകൊണ്ട് റബ്ബിന്റെ അടുത്ത് സഹായം ചോദിക്കേണ്ടത്. അതൊരിക്കലും ഒട്ടും കുറയ്ക്കേണ്ട അല്ലെ? തഖ്വയോട് കൂടിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും, നമ്മൾ ഈ ബാത്തുകളൊക്കെ ഓരോന്നും ചെയ്യുക. ഈ നന്മകളിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ വരുന്ന ഓരോ ടെസ്റ്റുകളും നന്മകൾ കൊണ്ട് തടുക്കാൻ അല്ലെ? സുബ്ഹാനല്ലാഹ്. തിന്മകളെ നമ്മൾ നന്മകൾ കൊണ്ട് തടയണം. അത് നമ്മൾ അതിനെങ്ങനെ നമുക്ക് പറ്റുള്ളൂ? ക്ഷമ കൊണ്ട് തന്നെ പറ്റുള്ളൂ. ക്ഷമ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ നന്മകളെ പുറത്തേക്ക് എടുക്കുന്നത്. അത് എടുക്കാൻ പറ്റാത്ത വിധം എങ്ങനെ ആയിപ്പോരുത്, നമ്മളെ മുമ്പത്തെ ആ കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരാൻ പാടില്ല. കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ദുനിയാവിലെ ഓരോ നമ്മളിലേക്ക് വരുന്ന ടെസ്റ്റുകളും ബുദ്ധിമുട്ടുകളും ക്ഷമയോടുകൂടെ സഹിക്കണം. അവിടെയാണ് നമുക്ക് ആഖിറത്തിൽ പ്രതിഫലം കിട്ടുക. സുബ്ഹാനല്ലാഹ്. ഏറ്റവും എന്തൊക്കെ ബാക്കിയുള്ള പോലെയുള്ള വലിയ വലിയ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വന്നിട്ട് പോലുള്ള കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് വന്നിട്ടില്ല. സൂറത്ത് ദുഹ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വല്ലാത്തൊരു ഒരു സൂറത്താണ് കേട്ടോ. നമ്മള് വല്ലാത്തൊരു ആശ്വാസവാക്കുകളാണ് അതിനകത്തുള്ളത്. ദുനിയാവിൽ നമുക്ക് എന്തും സംഭവിച്ചോട്ടെ, നമ്മൾ ആ ഒരു ആയത്ത് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. റസൂലിനോട് പറയാണ് എന്ത്, മാ വദ്ദാക റബ്ബുക വമാ ഖലാ വല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊല. നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടോ നിന്നെ വെറുത്തിട്ടോ ഒന്നല്ല കേട്ടോ. ദുനിയാവിനെക്കാളും ഏറ്റവും മികച്ചത് എന്താണ്? എന്താ മികച്ചത്? ആഖിറമാണ്. അതുകൊണ്ടാണ്. അല്ലാണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, റസൂലിനോടാണല്ലോ പറയുന്നത്, നിന്നെ വെറുത്തിട്ടോ നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഒന്നും അല്ല. അപ്പൊ നമുക്ക് എന്തിനാണത് ഖുർആനിൽ പറഞ്ഞത്? റസൂലിനോട് മാത്രം പറഞ്ഞ അവിടെ നിർത്തിയത് അല്ല. അത് വായിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഫീൽ ചെയ്യണം. എനിക്ക് എന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ ഒരു ടെസ്റ്റ് എന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ റബ്ബിന് എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എന്നോട് വെറുപ്പുണ്ടായിട്ടല്ല. കാരണം എനിക്ക് ആ ടെസ്റ്റിലൂടെ എനിക്ക് നേടിയെടുക്കാൻ പറ്റണം ഫോ ആഖിറ. അതാണ്. അത് നമ്മൾ എവിടെയാ മനസ്സിലാക്കുന്നത്? നമ്മൾ ഈ സൂറത്ത് ഇങ്ങനെ ഓതുന്നതല്ലാണ് നമ്മൾ എവിടെയാ സൂറത്തിനെ തരത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെ? റബ്ബിന്റെ നമുക്കൊരു ടെസ്റ്റ് വരുന്ന സമയത്ത് ഇത് എന്താ റബ്ബ് എന്നോട് മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രം ഇങ്ങനെ, അങ്ങനെയല്ല എല്ലാരും ചോദിക്കുക. അള്ളാന്റെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, പക്ഷെ ആ ഒരു ഈമാനിന്റെ അല്ലേ ലെവലിൽ നമ്മൾ നമ്മൾ ഈമാൻ കാര്യങ്ങൾ എണ്ണി പഠിക്കുമ്പോൾ ആഖിറത്തിന്റെ വരെ നമ്മൾ ഓക്കെയാണ്. ബാക്കിയുള്ള വിശ്വാസപരമായ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷെ അള്ളാന്റെ വിധിയിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോഴാണ് എല്ലാവരും അവിടെ അങ്ങോട്ട് അത് ഉണ്ട്, അറിയാം, പക്ഷേ വർത്താനത്തിൽ അത് പോലും അത് വരാത്ത രീതിയിലാണ് പറയാം. എന്താ അല്ലേ, ഒരു മരണം കേട്ടാൽ പോലും, അല്ലെങ്കിൽ നമ്മളിലേക്ക് ഒരു വല്ലാത്തൊരു പ്രയാസം വന്നാൽ പോലും, നമ്മൾ ചുറ്റുപാട് നടന്ന കാര്യങ്ങളാണെങ്കിൽ പോലും വല്ലാത്തൊരു എന്തിനാ പറയണേ? അത് അള്ളാന്റെ കഥ അല്ലേ? നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണ്ടേ? അള്ളാന്റെ വിധിനെ അക്സെപ്റ്റ് ചെയ്യാത്തവരെങ്ങനെ ഈമാനുള്ളവരാ? ഈമാന്റെ എണ്ണത്തിൽ പിന്നെ എന്തിനാ അത് എണ്ണി പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ആരും അങ്ങനെ ഇനി പറയരുത്. ഒരു മെസ്സേജ് അയക്കുമ്പോൾ പോലും നമ്മളിപ്പോ ഒരു മരണവാർത്ത കേട്ടാലേ വല്ലാത്തൊരു മരണമായിപ്പോയി, അല്ലെങ്കിൽ വല്ലാത്തൊരു പരീക്ഷണമായിപ്പോയി, എന്ത് വല്ലാത്തൊന്നും നമ്മൾ പറയേണ്ടത് അള്ളാന്റെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പക്ഷേ അവർക്ക് മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി ദുആ ചെയ്യുക. അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകാനും, അവർക്ക് അതിലൂടെ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലം നേടിയെടുക്കാനും ദുആ ചെയ്യുക. അവരുടെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. കാരണം ഇന്ന് നിങ്ങൾക്ക് ഇത്രയും വല്ലാത്തൊരു വിഷമം നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ റബ്ബിന് നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല കേട്ടോ.
ഇതിലൂടെ നിങ്ങൾ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. കാരണം ആഖിറമാണ് ഏറ്റവും മികച്ചത്. ചിലപ്പം ആ ഒരു സന്തോഷത്തിലും ആ ഒരു കാര്യത്തിലും നമ്മൾ ചിലപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സൂക്കേട് വരാണ് നമ്മളിലേക്ക് അല്ലെ, വല്ലാത്തൊരു സൂക്കേടൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, അല്ലാതെ ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ അത്രയും എൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു അല്ലെ, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ എന്നിട്ട് എനിക്ക് ഇങ്ങനെ വന്നല്ലോ, എൻ്റെ ഉമ്മക്ക് ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ നമ്മൾ നുള്ളിപ്പെറുക്കി പറയും. സുബ്ഹാനല്ലാ, അത് അള്ള തന്നതല്ലേ നമുക്ക്. ഒരു അസുഖമാണെങ്കിലും അത് വേറെ എന്തെങ്കിലും ആക്സിഡന്റ് ആണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ അള്ള തന്നതല്ലേ. അപ്പൊ നമ്മൾക്ക് സ്വയം ആശ്വസിക്കാനും നമ്മൾക്ക് വേറൊരാൾക്ക് പ്രശ്നം വന്നാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റണം. അള്ളാഹ്ക്ക് നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അള്ള നിങ്ങളെ വെറുത്തിട്ടല്ല. ആയത്ത് പഠിച്ചു വെക്കണം, എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കണം. നമ്മളെ വാക്കിലൂടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതൊരു എഫക്ട് ചെയ്യില്ല. സുബ്ഹാനല്ലാ, അള്ളാന്റെ കലാം വെച്ച് നമ്മൾ സംസാരിക്കാൻ പഠിക്കും ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ. സുബ്ഹാനല്ലാ, അതെ. അപ്പം ദുനിയാവിലെ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് റബ്ബ് എനിക്ക് ഇന്ന് ഇത് തന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് നേടിയെടുക്കാനുള്ള പ്രതിഫലങ്ങൾ ഇത്രയാണ്, ഇത്രമാത്രം ഒരു സന്തോഷമാണ് എനിക്ക് എൻ്റെ റബ്ബ് അവിടെ വെച്ചിട്ടുള്ളത്. ആ ആയത്തുകൾ നമ്മൾ അങ്ങനെ ജീവിതത്തിലേക്ക് എടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്വർഗം അല്ലെ, ഇങ്ങനെയൊക്കെയാണ്. ചീത്തയായിട്ടൊന്നും ഇവിടെ പലരും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കണം, കുത്തുവാക്കുകൾ കേൾക്കണം, വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം. നമ്മൾ വിചാരിക്കുന്നതൊന്നും നടക്കുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ അതൊന്നും സാരില്ല 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 എന്ന് വെക്കണം. എന്തിന്? കാരണം എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാനത് ഇല്ലേ പരാതി പറയുന്നില്ല, അല്ലെങ്കിൽ അതിൽ ഞാൻ വല്ലാത്ത എന്താ പറയാ പുറത്തേക്കൊന്നും ഫ്രസ്ട്രേഷൻ ഒന്നും കാണിക്കുന്നില്ല. എന്തുകൊണ്ട്? എന്തിന്? എല്ലാത്തിനും നമുക്ക് ആൻസർ ഉണ്ട്. ഇതെല്ലാം എനിക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ സേക്ക് ഓഫ് അള്ളാഹ് ഞാൻ ക്ഷമിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ അതല്ലേ പറയുന്നത്, ഇന്ന സ്വലാത്തി വനുസുക്കി മഹിയായ ഒമാറ്റി ലില്ലാഹി റബ്ബിൽ ആലമീൻ എണ്ണിപ്പെറുക്കി പറയുമ്പോൾ നമ്മൾ അവിടെ നമ്മളെ ത്യാഗം പറയുന്നുണ്ട്. ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരം, വനുസുക്കി എന്റെ ത്യാഗം. ത്യാഗം എന്ന് പറയുമ്പോൾ ബലി എന്ന് പറയാറുണ്ട്. ബലി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ബലി അർപ്പിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ബലിയർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അറിവ് അതല്ല, അതും അതിൽ പെടും. അത് മാത്രമല്ലല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ പലതും ക്ഷമിക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ആളുകൾ നമ്മൾക്ക് വരുന്ന ഏറ്റവും വേണ്ട ക്ഷമയാണ് അല്ലെ. അങ്ങ് ക്ഷമയുടെ അങ്ങേ തല കാണിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ക്ഷമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാ നിനക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ അവിടെ പ്രതിജ്ഞ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയിട്ടാണ്, നിനക്ക് വേണ്ടി. പക്ഷെ ക്ഷമ മൂക്കത്താ ദേഷ്യം, എനിക്ക് ദേഷ്യം പിടിക്കണം, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഇപ്പുറത്ത് പറയുകയും ചെയ്യും. പിന്നെ എന്തിനാ വജ്ജത്ത് തോന്നണേ? റബ്ബിനോട് ഇങ്ങനെ ഓരോ നേരവും പ്രതിജ്ഞ പറയുകയും ചെയ്യുക, എന്നാൽ അത് ഇവിടെ തെറ്റിക്കുകയും ചെയ്യുക. അങ്ങനെ ആയിക്കൂടാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ഓരോന്ന് കണക്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞു പോയതാണ്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ദുനിയാവിലെ നമ്മളിപ്പോ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച്, സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? ദുനിയാവിൽ എന്തെങ്കിലും ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നാലും അതിനു വേണ്ടിയിട്ടല്ലേ. കാരണം അതാണ് നമ്മൾ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെ പല വിശദീകരിച്ച് പറയാം. അതിനകത്ത് കുടിക്കാൻ കിട്ടുന്നത്, അവിടെ കിട്ടുന്ന പൂന്തോട്ടങ്ങള്, കണ്ണടച്ചൊന്ന് ചിന്തിക്കണ്ടോ നമ്മൾ ആരെങ്കിലും? നരകത്തിന്റെ ആദ്യം പറഞ്ഞു കേട്ടോ, അതവിടെ കിടക്കട്ടെ. തൽക്കാലം നമുക്ക് സ്വർഗത്തിനെ കുറിച്ച് തന്നെ ഒന്നുകൂടി ആലോചിച്ച് നോക്കാം. നമുക്കിങ്ങനെ സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ്ണനൂലിൽ തീർത്ത കട്ടില് കാണാം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പാട്ടാണ് അല്ലെ. മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങൾ കോപ്പയാൽ ചുറ്റുന്ന കാഴ്ചകൾ കാണാം. നമ്മളിങ്ങനെ സ്വർഗം എന്ന് വെച്ചാൽ എന്താണ്? വല്ലാത്തൊരു അനുഭൂതിയാണ്. നുസുലും മിൻ ഗഫൂരിർ റഹീം അല്ലേ. നുസുലാണ്, അള്ളാഹിന്റെ പാർട്ടിയാണ്, സ്പെഷ്യൽ പാർട്ടി. ദുനിയാവിലെ പാർട്ടിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കാം, നമുക്ക് പോകേണ്ടി വരും അല്ലെ. ആഖിറത്തിലെ പാർട്ടി, അള്ളാഹുവിന്റെ ആ ഒരു സ്വർഗത്തിലെ പാർട്ടി എന്താണ്? അതൊരിക്കലും അവസാനിക്കുന്നത്. നമുക്ക് അവിടുന്ന് ആരും നമ്മളോട് പോകാൻ പറയില്ല. നമുക്ക് അങ്ങനെ അല്ല, എങ്ങനെ വേണമെങ്കിലും ആസ്വദിക്കാം. നമുക്ക് റെസ്റ്റ് എടുക്കണേ അന്നേരം പോയി റെസ്റ്റ് എടുക്കാം. പക്ഷെ റെസ്റ്റ് എടുക്കുന്നത് എങ്ങനത്തെ ഒരു മണിമാളികയായിരിക്കും? അള്ളാഹു, അതൊക്കെ ചിന്തിക്കണ്ടേ. ദുനിയാവിൽ നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് പരാതി പറഞ്ഞ് നമ്മൾ എന്തായി പോവാ ചെയ്യുക? ഒന്നും ഇല്ലാതെ നഷ്ടക്കാരായി പോകും. പക്ഷെ ദുനിയാവിലെ നമ്മൾ ഇപ്പൊ ഇല്ലായ്മകളെ കുറിച്ചൊന്നും സാരയില്ല എന്ന് വെക്കുമ്പോ അല്ലെ, അത് സാരമില്ല, ഇതൊക്കെ ആഖിറത്തിന് വേണ്ടിയിട്ടാണല്ലോ. അല്ലെ, ആഖിറത്ത് ഖൈറുലക മിനൽ ഊല. ഈ ഊലാവിനെക്കാട്ടിലും ഏറ്റവും മികച്ചത് ആഖിറമാണ് എന്നുള്ള ആ ഒരു ചിന്തയിൽ നമ്മൾ അതിനെ ആ ഒരു ആയത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിമറിക്കുകയാണ്. നമ്മൾ ആരായി? അള്ളാഹു അക്ബർ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ഓക്കെ, ഇൻഷാല്ലാ സമയം ഇങ്ങനെ പോണു. അപ്പോൾ നമുക്ക് പിന്നെ ലാസ്റ്റിലെ ആയത്തുകൾ 37 മുതൽ 40 വരെയുള്ള ആയത്തുകൾ വേറൊരു ഭാഗമായിട്ട് വരുന്നു. അതായത് അന്നേ ദിവസം അല്ലേ, നമ്മളിപ്പോ ഇതൊക്കെ പറഞ്ഞു. അള്ളാഹുവിന്റെ ആ ഒരു സംഭവം വരാനിരിക്കുന്ന അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞു ആദ്യത്തിലെ, പിന്നെ അള്ളാഹിന്റെ സൃഷ്ടിപ്പുകളെ കുറിച്ച് പറഞ്ഞു, പിന്നെ നരകത്തെ കുറിച്ച് സ്വർഗത്തെ കുറിച്ച് ഒക്കെ പറഞ്ഞു അല്ലെ. പക്ഷെ ഈ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒക്കെ ആൾക്കാരെ തിരിച്ചു വിടുന്ന ഒരു ദിവസമുണ്ടല്ലോ, വിധിന്യായ ദിവസം അല്ലെ. സുബ്ഹാനല്ലാ, അന്നെന്താ സംഭവിക്കുക? ഒരാൾക്കും തന്നെ ഒട്ടും അനീതി കാണിക്കപ്പെടാത്ത, ഒരാളോടും ഒന്നും ഇല്ലേ, അതാ പറഞ്ഞത്, നമ്മൾ ആരാണോ അന്നത്തെ ദിവസം ഫമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിർ റാദിയ അല്ലേ, സൂറത്തുൽ ഖാരിയ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട്, ആരുടെ തുലാസ് ഖനം തൂങ്ങിയോ, കനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നമ്മള് അല്ലെ. ഈ ഇരിക്കുന്ന ഓരോ സമയം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടത്തെ ഓരോ സെക്കൻഡും, ഇപ്പൊ നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും എന്താണ് നമ്മളെ ആ ഒരു അല്ലെ, നമ്മുടെ മവാസീനിലേക്കുള്ള ആ ഒരു സോറി, തെറ്റിപ്പോയിട്ടുണ്ട് ഉദയല്ലേ. അപ്പൊ അമ്മാമൻ സകുലത്ത് മവാസീനുഹു ആണ് കേട്ടോ, സകുലത്ത്. നമ്മൾ അവിടെ ആരിന്റെ ഭാരം കൂട്ടിയോ അവിടെയാണ് ഫഹുവ ഫീ ഈശത്തിർ റാദിയ. ഇനി അതല്ല, നേരെ തിരിച്ചാകുമ്പോ ഹഫത്ത് ആകുമ്പോഴോ അവര് ഹാവിയയിലോട്ടാണ് പോവുക, അതായത് നരക തീയിലേക്കാണ് പോവുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് സകുലത്ത് അല്ലെ, ഇത്രമാത്രം നമുക്ക് ആ ഒരു നമ്മളെ മവാസീന് കൂട്ടാൻ പറ്റുമോ, അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ ആ ഒന്നൊരു ദിവസം അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ആരും സംസാരിക്കില്ല. ഓരോരുത്തരും വന്ന് ചെയ്തു വെച്ച ഓരോ പ്രവർത്തനങ്ങളും ആ ഒരു മിസ്കാല ദർറയാണെങ്കിൽ അവൻ കാണുമെന്നുള്ള സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏറ്റവും സൂറത്തുൽ നബയിലെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിലെ കുത്തിക്കയറിയ ഒരു ആയത്ത് എന്ന് പറയുന്ന ലാസ്റ്റിലെ ആയത്താണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, യാ ലൈതനി കുന്തു തുറാബ. ആ ഒരൊറ്റ ഭാഗം മതി ഒരു മനുഷ്യനെ ചിന്തിപ്പിക്കാൻ. സുബ്ഹാനല്ലാഹ്, ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട് ഒരു മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്, കാരണം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും അവൻ നേരിടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൻ പോകുന്ന സമയത്ത്. സുബ്ഹാനല്ലാഹ്, യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഞാൻ എന്തെങ്കിലും മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായി. അത് ഈ ആയത്തിനോട് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ മുന്നിൽ പോയി നിൽക്കുന്ന സമയത്ത് ചോദ്യങ്ങളും കാര്യങ്ങളും വരുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്, ഒന്നുമില്ല കയ്യില്. അങ്ങനെയുള്ള മനുഷ്യരുണ്ടാവും, നമ്മൾ അങ്ങനെ ആവാതിരിക്കട്ടെ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറയാണ്, എന്താ അള്ളാ, ഞാൻ മണ്ണായിരുന്നു. യാ ലൈതനി കുന്തു തുറാബ, തുറാബ് മണ്ണാണ്, ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അതേപോലെ തിരിച്ചും പറയാണ്, എന്ത്, യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്താണ് മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്നൊക്കെ പറയുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അപ്പോൾ ആ ഒരു ദിവസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്നേ ദിവസം തന്നെ പണിയെടുത്ത് തുടങ്ങണം. അവിടെ ചെന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആത്മാക്കളായിട്ട് കാര്യമില്ല. നമുക്ക് അവിടെ ചെന്നിട്ട് എന്താണ്, ഇന്ന് തന്നെ നമ്മൾ നാളത്തേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് എന്ത് വരില്ല, പ്രയാസങ്ങൾ വരില്ല. അവിടെ ചെന്നിട്ട് ഇതുപോലെ എന്താ പറയുക, ടെൻഷൻ അടിക്കേണ്ട കാര്യം വരില്ല. അവിടെ സമാധാനത്തോടു കൂടി നഫ്സുൽ മുത്മഇന്ന ആവാൻ പറ്റും. നമുക്ക് സൂറ ഫജറിലെ ലാസ്റ്റിലെ ആയാസ് എപ്പോഴും നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും കേൾക്കുന്നതാണ് അല്ലെ. നമ്മളെ എന്താ പറയുക, ശരിക്കും കോരിത്തരിപ്പിക്കുന്ന തരത്തിലുള്ള ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തോടെ സ്വർഗത്തിലേക്ക് വിളിച്ചു കയറ്റുന്ന ആ ആയത്ത്. സൂറത്തുൽ ഫജർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആയത്തുകൾ, ഈ ആയത്ത് ഇപ്പം ഈ ഒരു സൂറത്തുൽ നബയിന്റെ അവസാനത്തെ ആയത്ത് നമ്മളൊരു വല്ലാതെ കുത്തുന്നുണ്ടെങ്കിൽ, മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായി അവിടെ ചെന്ന് പറയുന്ന ഒരു സമയത്തെ കുറിച്ച് അല്ലേ, പഠിച്ചോനെ അങ്ങനെയൊന്നും ആക്കരുതേ എന്ന് നാം വിചാരിക്കുമ്പോൾ ഈ ഫജറിലെ ആയത്തുകൾ നമ്മൾ എങ്ങനെയാ ചിന്തിക്കുക? സുബ്ഹാനല്ലാഹ്, തീർച്ചയായിട്ടും നമ്മളെ എത്തിക്കുന്നത് റബ്ബിന്റെ ആ ഒരു പ്രിയപ്പെട്ട അടിയാന്മാരായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് വിളിച്ചു കയറ്റുന്ന ഒരു സ്പെഷ്യൽ ആൾക്കാരുണ്ട് അല്ലെ. അങ്ങനെ വിളിക്കാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സുബ്ഹാനല്ലാഹ്, അതൊക്കെ ഓതുമ്പോൾ തന്നെ നമ്മളെ കണ്ണിൽ നിന്ന് അങ്ങോട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അല്ലാഹു അക്ബർ. അങ്ങനെ നമുക്കിപ്പോ ഇങ്ങനെ ഓരോ സൂറത്തുകൾ നമുക്ക് പഠിക്കും. ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല, ഓർമ്മയിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ആയത്തുകൾ പറഞ്ഞതാണ് അമ്മജുസയിലെ. ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അല്ലെ, എന്തെല്ലാം തെറ്റുകളിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടും, എന്തെല്ലാം നന്മകളിലേക്ക് നമ്മൾ അത് കൊണ്ടുപോകും, എന്തെല്ലാം സ്വപ്നങ്ങളിലേക്ക്, എന്തെല്ലാം അല്ലെ ആഗ്രഹങ്ങളിലേക്ക്, നമ്മൾ അള്ളാഹുവിന്റെ ആഗ്രഹങ്ങളിലേക്ക്, അള്ളാഹു നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, അള്ളാഹുവിന്റെ ആ ഒരു വിളിയിലേക്കൊക്കെ നമ്മൾ എത്തിക്കും. അള്ളാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. അപ്പം ഒന്നും അല്ലെ, ഈ ഒരു അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്.
എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. പക്ഷേ ആ കാര്യത്തിൽ ഒരു സ്ഥാനം കൂടുതൽ ലഭിക്കുക അല്ലെ, അതില് പൈസക്കാരെന്നോ പൈസ ഇല്ലാത്തവരെന്നോ ഈ ദുനിയാവിൽ സന്തോഷകരമായി ജീവിച്ചവരോ അല്ലാത്തവരെന്നോ ഒന്നുമില്ല. അവരെ അള്ളാഹു ഓരോരുത്തരെയും അളക്കുന്നത് അവരുടെ തഖ്വ വെച്ചിട്ടാണ്. നമ്മൾ എത്രമാത്രം തഖ്വ നമ്മൾ ഉണ്ടാക്കി ഖുർആനിലൂടെ അല്ലെ, ഖുർആന് തഖ്വ ഉള്ളവർക്കാണ് ഹിദായത്ത് നൽകുക എന്ന് പറഞ്ഞു. അപ്പൊ തഖ്വക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇബാദത്തുകളൊക്കെ നന്നാക്കാൻ ശ്രമിക്കുക, ഇബാദത്തുകളെ വർദ്ധിപ്പിക്കുക, ഇബാദത്തുകൾ നന്നാക്കാൻ ശ്രമിക്കുക. അതിലൂടെ നമ്മൾ ലഅല്ലക്കും തത്തഖൂനാവും. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ നമ്മളാകും. അപ്പൊ നമ്മളെ ഇബാദത്തുകളെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും ബെസ്റ്റ്, കുറേ ചെയ്യുന്നതല്ല, ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ബെസ്റ്റ് ആക്കലാണ് ശരിക്കും നമ്മൾ നിസ്കാരമാണല്ലോ ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറയുന്നത് അല്ലെ, ഏറ്റവും വലിയ ദിക്ർ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അതിനെ നന്നാക്കാനുള്ള ഒരു ശ്രമമാണ് തീർച്ചയായിട്ടും ഈ ഒരു പഠനം എന്ന് പറയുന്നത്. കാരണം നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഖുശൂ ഉണ്ടാവില്ലേ? അള്ളാഹു അക്ബർ. അപ്പോൾ നമ്മൾക്ക് ആ ഒരു തഖ്വയിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ളത് ഒരുപാടാണ് സുബ്ഹാനല്ലാഹ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ആയത്തുകളിലൂടെ പോകുന്ന സമയത്ത് അല്ലെ, നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു പോകണം. അല്ലെ, അല്ലാഹുമ്മ അസ്അലുക്കൽ ജന്ന ചോദിച്ചു വേണം, നരകത്തിൽ നിന്നുള്ള രക്ഷ ചോദിക്കണം. സുബ്ഹാനല്ലാഹ്. പിന്നെ അതേപോലെ നമ്മൾ അല്ലെ ഓരോന്നും സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ സൃഷ്ടിപ്പുകളെ കുറിച്ച് സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഒക്കെ നമ്മളിങ്ങനെ നമ്മളിലേക്ക് വരണം. നമ്മൾ അറിയാതെ നമ്മളെ വായിലേക്ക് സുബ്ഹാനല്ലാഹ് വന്നു പോകണം. അല്ലാഹു അക്ബർ. തീർച്ചയായിട്ടും ഈ ഒരു സൂറത്ത് അല്ലെ, സൂറത്ത് നബ മാത്രം പറയാനാണെങ്കിൽ അതിന്റെ കൂടെ എന്തെല്ലോ കാര്യങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഇട്ടുതരും. അപ്പൊ മനസ്സിലാക്കി പഠിക്കാനുള്ള ഇഷ്ടം തന്നെ വെക്കുക. വെറുതെ പഠിച്ചു പോകുന്നത് ഒരു മടി പിടിച്ച പഠിത്തവും ആയി പോകരുത്. അപ്പൊ നബൈന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ഓരോ സന്ദേശങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. ആഖിറത്തിലുള്ള ആ ഒരു വിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിനെ നമുക്ക് മാറ്റിമറിക്കാൻ ഈ ഒരു സൂറ പഠിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകൾ കാണുന്ന സമയത്ത് അറിയാതെ ഇനി മുതൽ നമ്മൾ പറയണം കേട്ടോ, അള്ളാന്റെ ആ ആയത്തുകൾ പഠിക്കുമ്പോൾ ഓരോ അള്ള നമുക്ക് ഉണ്ടാക്കി തന്നതും, അള്ള മഴ പെയ്യ്ക്കുന്നതും, അള്ള രാത്രി തന്നതും പകല് തന്നതിനും ഒക്കെ നമ്മൾ ആയത്തുകൾ നമ്മൾ അർത്ഥം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിനെ ഓരോന്നിനെയും അനുഭവിക്കുമ്പോൾ രാത്രിയാകുമ്പോൾ പകലാകുമ്പോഴൊക്കെ അറിയാതെ നമ്മൾ സുബ്ഹാനല്ലാഹ് പറയുന്നവരായിട്ട് മാറണം. ആ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളെ അല്ലെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. സ്വർഗത്തിനും അല്ലെ നമ്മളെ നല്ല കാര്യങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്നതും അല്ലെ തെറ്റായ കാര്യങ്ങൾ നമ്മളതിലേക്കും കൊണ്ടുപോകുന്നുള്ളത്, അത് അവിടെ എത്തിയിട്ട് നമ്മൾ എന്താ പറയാ നഷ്ടക്കാരായി പോകുന്ന വർത്താനം പറയുന്നവരിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ദുആ നമുക്ക് വന്നു പോകണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത്, ഇതുവരെ നമുക്ക് പല പോരായ്മകളും നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടാവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സമയം നഷ്ടപ്പെടാതെ റബ്ബിനോട് തൗബ ചെയ്ത് റബ്ബിങ്കലേക്ക് മടങ്ങുക. ഈ ലോകം എന്ന് പറയുന്നത് എന്താണ്? വളരെ കുറച്ചാണ്. നമ്മളത് പറഞ്ഞു അല്ലെ, ദുനിയാവ് ഒന്നുമല്ല, ആഖിറമാണ് ഏറ്റവും മികച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആൻ എന്ന് പറയുന്ന മഹത്തായ ഒരു അനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ജീവിതം അല്ലെ മാറ്റിമറിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതം എങ്ങനെ ആവണമെന്ന് നമുക്ക് തീരുമാനിക്കാം, ഖുർആൻ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട്. പക്ഷെ നമ്മൾ അതിൽ കുറേയൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ചാൻസ്, ഇനി ലേറ്റ് ആയല്ലോ എന്നൊന്നും ആരും വിചാരിക്കേണ്ട. കാരണം എന്താണ്, ഒരായത്ത് മതി നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ. ഒരൊറ്റ ആയത്ത് പഠിച്ചിട്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പോവാം അല്ലെ. ഒരു തെറ്റായ കാര്യത്തിന് മാറ്റി വെച്ചാൽ തന്നെ നമ്മൾ എത്രമാത്രം നമ്മൾ ശരിയാവും തീർച്ചയായിട്ടും. അപ്പോൾ അതൊന്നും ആരും വിചാരിക്കേണ്ട, ഖുർആൻ മൊത്തം പഠിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പോവുള്ളൂ എന്ന് വിചാരിക്കേണ്ട. നമുക്ക് ഇന്നൊരായത്ത് കിട്ടി, ആ ആയത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മുടെ റബ്ബ് സുബ്ഹാനല്ലാഹിന്റെ ആ ഒരു എന്താ പറയുക, അള്ളാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മൾ പറഞ്ഞല്ലോ പാർട്ടി നുസുല്, അത് നമുക്ക് കിട്ടണം. അള്ളാഹ് നമ്മളെ സ്വർഗത്തിലേക്ക് വിളിച്ചു കയറ്റണം. അള്ളാഹു അക്ബർ. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ദുആകളുണ്ട്. റബ്ബേ ഞങ്ങളുടെ എല്ലാവരെയും ദുആ സ്വീകരിക്കുമാറാകണേ. നമ്മൾ ചെറിയ തരത്തിൽ പഠിക്കുകയും അത് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. കൂടുതൽ ഇൽമും കൂടുതൽ അമലുകളും നൽകി റബ്ബേ നീ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇൽമ ശരിയായ രീതിയിൽ അതിനെ മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് എടുക്കാനും അത് അമലാക്കാനുമുള്ള ഹിക്മത്തിനെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. തീർച്ചയായിട്ടും നിന്റെ മാർഗത്തിൽ ജീവിച്ച് നിനക്ക് ഇഷ്ടപ്പെട്ടവരായിട്ട് ജീവിച്ചു മരിക്കാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം റബ്ബേ. നിന്റെ പ്രിയപ്പെട്ട അടിയാന്മാരായിട്ട് ദുനിയാവിൽ ജീവിച്ചു മരിക്കാനുള്ള തൗഫീക്ക് റബ്ബേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകണമേ. ഖുർആനിനെ കുറിച്ച് എപ്പോഴും പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാക്കി, നമ്മൾക്ക് എപ്പോഴും നമ്മൾ ഓരോ കാര്യത്തിനും നമ്മൾക്ക് വെളിച്ചം നൽകുന്നതാക്കി, നമ്മളെ പ്രയാസത്തിനും പ്രശ്നങ്ങൾക്കും
പ്രയാസങ്ങൾക്കുമെല്ലാം പരിഹാരമാക്കിക്കൊണ്ട് ഈ ഖുർആനിനെ ഞങ്ങൾക്ക് മാറ്റിത്തരണമേ റബ്ബേ. എല്ലാറ്റിനും ഞങ്ങൾക്ക് ഒരുപോലെ ഞങ്ങൾക്ക് സമാധാനവും വെളിച്ചവും കാണിക്കുന്നതോടൊപ്പം ഞങ്ങളിലൂടെ അത് ഖുർആനിലൂടെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി ആ വെളിച്ചവും സന്തോഷവും ഒക്കെ പകർന്നു നൽകുന്നവരാകാനും നീ ഞങ്ങളെ സെലക്ട് ചെയ്യണേ റബ്ബേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബിയ ഖുലൂബിന വനൂറ സുദൂരിന വജലാ അഹ്സാനിന വദഹാബ ഹമൂമിന. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. رب اغفر لي ولوالدي ورب ارحمهما كما ربيانا صغيرا. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. يا مقلب القلوب ثبت قلوبنا على دينك. يا مقلب القلوب ثبت قلوبنا على دينك. يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم ربنا وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.